ഹലോ, ഗുഡ് ഈവനിങ് എവ്രിവൺ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ റഹ്മത്ത്, വിൻബിൾ അക്കാദമി കൗൺസിലറാണ്. വിൻബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിക്കുന്ന ഫ്രീ വെബിനാർസിന്റെ മറ്റൊരു എപ്പിസോഡിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ദിനോണം എന്നോണം വ്യത്യസ്തമായ ടോപ്പിക്കുകളിൽ നമ്മൾ ഫ്രീ വെബിനാർ സംഘടിപ്പിക്കുന്നുണ്ടെങ്കിലും സൈക്കോളജി റിലേറ്റഡ് ആയിരിക്കും കൂടുതൽ നമ്മൾ നടത്തിക്കൊണ്ട് വന്നിരുന്നത്. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്ന് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, എങ്ങനെ ഇംഗ്ലീഷ് നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കിലാണ് നമ്മൾ ഇന്ന് വെബിനാർ കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പലപ്പോഴും പലരും ഏതൊരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ഏതൊരു ഫീൽഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ എന്നത് പലർക്കും ഒരു ബാരിയർ ആയിട്ട് മുന്നിൽ വരാറുണ്ട് അല്ലേ. അതായത് നമ്മൾ ഏതൊരു ലാംഗ്വേജ് സംസാരിക്കുകയാണെങ്കിലും അതിൽ മിസ്റ്റേക്ക് വന്നാൽ നമുക്ക് പലപ്പോഴും ടെൻഷനോ പേടിയോ ഒന്നും തോന്നാറില്ല. എന്നാൽ ഒരാളോട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ടൈമിൽ പലർക്കും ഒരുപാട് ഡൗട്ട്സ് ആണ്. കാരണം ഞാൻ പറഞ്ഞ ഗ്രാമർ തെറ്റിപ്പോയോ, ഞാനിപ്പോൾ യൂസ് ചെയ്ത വേർഡ് അത് തന്നെയല്ല യൂസ്, അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ ഹൗ ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ്ലി ആൻഡ് ഇൻസ്റ്റൻ്റ്ലി എന്നതാണ്. അതായത് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നത് ജാക്കിർ ഹുസൈൻ സാറാണ്. സാർ ഒരു സർട്ടിഫൈഡ് നാഷണൽ ട്രെയിനറാണ്, സൈക്കോളജിസ്റ്റ് ആണ്, ഇംഗ്ലീഷ് കോളംനിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ IELTS കോച്ച് കൂടിയാണ്. അപ്പോൾ നമ്മുടെ ഈ സെഷൻ വളരെ നല്ല രീതിയിൽ തന്നെ സാർ ഡീൽ ചെയ്യും. ആദ്യം തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടി ജാക്കിർ സാറേയും ഏറെ സ്നേഹത്തോടെ വെൽക്കം ചെയ്യുന്നു. സർ, പ്ലീസ് വെൽക്കം. താങ്ക് യു സോ മച്ച്. സാർ ഓഡിയബിൾ അല്ലല്ലോ. ഓഡിബിൾ അല്ല, ഒന്നും കേൾക്കുന്നില്ലല്ലോ. സാർ ഒന്ന് ചെക്ക് ചെയ്യണേ, ഓഡിയബിൾ അല്ല കേട്ടോ. നോ, കേൾക്കുന്നില്ല. ഒന്നും കേൾക്കുന്നില്ല. സാറിന് ഇത് വരുന്നില്ലേ? ഇത് സാർ കേൾക്കുന്നുണ്ടോ സാക്കിർ സാർ? സാർ ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്നും കൂടി കയറി നോക്കൂ, അല്ലെങ്കിൽ ഒന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് കയറിയേ. നോട്ട് ഓഡിബിൾ സാർ. എല്ലാവർക്കും സുഖാണോ? സാറ് പോയി? ഞാൻ ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു മിനിറ്റ്. കുറച്ച് കുറവുണ്ട്. ഞാനുള്ള വീഡിയോ ഓഫാക്കി വെച്ചേക്കുന്നത് ഭയങ്കര
കേൾക്കുന്നില്ല സാർ. ഓഡിയബിൾ അല്ല കേട്ടോ. സക്കീർ സാറ് കേൾക്കുന്നുണ്ടോ? സാറിന്റെ മൈക്ക് എന്തോ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. സാറിന് കേൾക്കുന്നുണ്ട്, പക്ഷെ സാറ് പറയുന്നത് ഇങ്ങോട്ട് കേൾക്കുന്നില്ല. റൗണ്ട് ടേബിൾ പോലെ ഫേസ് ടു ഫേസ് ആയിട്ട് ഇരിക്കുന്നതിന് പകരം നമ്മൾ ഇങ്ങനെ സ്പിൻ ചെയ്യണല്ലോ. ഹലോ 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 സാർ ഓക്കെ. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓ താങ്ക് യു താങ്ക് ഗോഡ്. ക്ലിയർ ആണോ? സൗണ്ട് ക്ലിയർ ആണോ? ഓക്കെയാണ് സാർ. ഓഡിബിൾ ആണ്. താങ്ക് യു സോ മച്ച്. താങ്ക് ഗോഡ്. ഓക്കെ, ഐ എം സോറി ഫോർ ദിസ് ഫിക്സ് ടെക്നിക്. ഞാൻ നേരത്തെ ഇത് സൂം വേറൊരു സൂം മീറ്റിംഗിൽ ഇത് ഓക്കെ ആയിരുന്നു. വേറൊരു സൂമിൽ ട്രെയിനിങ് ഉണ്ടായിരുന്നു, അതിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. എനിവേ, താങ്ക് യു ഫോർ all are coming over here. Thank you for your arrival. Thank you for your presence. ഒരു ചെറിയൊരു ടെക്നിക്കൽ എറർ സംഭവിച്ചതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് തിങ്സ്. നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. അതുകൊണ്ട് ഈ ക്ലാസ്സിൽ വന്നവരെല്ലാം ജസ്റ്റ് ഒന്ന് നമ്മുടെ ചാറ്റിലേക്ക് വന്ന് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ പറയാമോ? എന്താണ് ചെയ്യുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ വന്നാൽ മതി. ചാറ്റിൽ
ഇനി ഒന്ന് വീഡിയോയിൽ വരാൻ കഴിയുന്നവർക്ക് വീഡിയോയിൽ വന്നാൽ വളരെ ഉപകാരമായിരിക്കും. കാരണം അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നും. എന്റെ മുമ്പിൽ ആരുമില്ല, എല്ലാവരുടെ വീഡിയോയും അഥവാ ഓഫാണ്. അപ്പൊ ഇങ്ങനെ വല്ലാത്തൊരു ഇതുപോലെ എനിക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇന്ന് ഇവിടെ അറ്റൻഡ് ചെയ്ത വിംബിൾ അക്കാഡമിയുടെ ഇത് എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കണേ. യെസ്, താങ്ക് യു വേണു സർ ആൻഡ് സുനിൽ രവി മാം. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ് തിങ്സ്. വീഡിയോ ഓൺ ആക്കിയതിൽ വളരെയധികം നന്ദി. താങ്ക് യു വെരി മച്ച് ഫോർ ദിസ്. ആൻഡ് ഇതിന്റെ വിംബിൾ അക്കാഡമിയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാമോ? എനിക്കൊന്ന് PPT ഷെയർ ചെയ്യാനാണ്. ഹലോ, ജയലക്ഷ്മി, ഇഗ്നോ സൈക്കോളജി. ഓക്കെ, താങ്ക് യു, താങ്ക് യു. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് പറയാമോ? ഒന്നുകൂടി 1-2 പേര് അറിയിച്ചിരുന്നു. ഉഷാദ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. Manju, special educator. Archana Raju, I am a lawyer. Okay, thank you. Thank you. Thank you so much for this. ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് ചാറ്റിൽ വന്ന് ആരാണെന്നൊന്ന് പറയൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്ന് പറയൂ. എനിക്ക് വളരെ ഉപകാരമായിരിക്കും അത്. റിട്ടയർഡ് നൗ എന്റെ സൈക്കോളജി സ്റ്റുഡന്റ്. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. സുനിൽ രവി. ഓക്കെ, താങ്ക് യു. സുനിൽ രവി. ഇത് എങ്ങനെയാ എഴുതാൻ അറിയില്ല അല്ലെ? നമ്മുടെ ചാറ്റ് ഇല്ലേ, ഇതിൽ ചാറ്റ് എന്നുള്ളിടത്ത് എഴുതാൻ മതി. ചാറ്റ് എടുത്തതിന് ശേഷം അതിന്റെ ഏറ്റവും അടിയിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. ഇവിടെ ഒരു വേണു സാർ ഇരിക്കുന്നു. വേണു സാർ എന്താണ് ചെയ്യുന്നത്? I am a trainer and I am a learner. ഓക്കെ, ഓക്കെ, ഓക്കെ. വേറെ ഒരു പ്ലാറ്റ്ഫോമിൽ സാറിനെ കണ്ടമായിട്ട് തോന്നുന്നു. ഒരു ഡോക്ടറാണോ സാർ? ഡോക്ടറാണോ? നമ്മുടെ സാബു കേരളം പണ്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചത്. ഞാൻ കണ്ടിട്ടുണ്ട് ട്രെയിനിങ് സെഷൻ. ഒരു മെമ്മറി റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്തത് ഞാൻ അന്ന് അറ്റൻഡ് ചെയ്തിരുന്നു. Okay, I have given more than 200 webinars, so I don't know which one you are talking about. Okay. നമ്മുടെ സാബു കേരളം എന്നാണ് അതിന്റെ പേര്. അതിൽ ഞാൻ ഒരു 10, 15, 20 വെബിനാർസ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓ, താങ്ക് യു സാർ, താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരുമായോ? ജസ്റ്റ് വൺ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ, അർച്ചന കൗൺസിലിംഗ്, ഒരു കുറച്ച് പേരും കൂടി. MSc സൈക്കോളജി. എല്ലാവരും സൈക്കോ റിലേറ്റഡ് ആണ്. ഇവിടെ സൈക്കോളജി റിലേറ്റഡ് ആണ്, കൗൺസിലേഴ്സ് ആണ്, ആ റിലേറ്റഡ് ആയിരിക്കുന്നവരാണ് മിക്കവാറും ഇതിലുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് വൺസ് അഗൈൻ. നമ്മള് സെഷൻ ആരംഭിക്കുന്നു. സെഷൻ ആരംഭിക്കുമ്പോൾ എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാൻ പറഞ്ഞിരുന്നു വിംബിൾ അക്കാഡമിയുടെ മാഡം. എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കാം. എനിക്കൊന്ന് PPT ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഹലോ, ഹലോ. ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ വന്നിരിക്കുന്നതിൽ ആളുകളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ ട്രെയിനിങ് സെഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത്? വാട്ട് ഡു യു എക്സ്പെക്ട് ഫ്രം ദിസ് ട്രെയിനിങ് സെഷൻ? What do you expect from this training session? What do you expect from this training session? What do you expect from this training session? ഒന്ന് ചാറ്റിൽ വരാമോ? ചാറ്റ് ഉപയോഗിച്ചാൽ മതി. ചാറ്റിൽ വന്നാൽ മതി. What do you expect from this training session, please? What do you expect from this training session? ഒന്ന് ചാറ്റിൽ വരാമോ പ്ലീസ്? ഒന്ന് ചാറ്റിൽ വരാമോ? What do you expect from this training session? ഈ സെഷനിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്? The person you are calling. Hello, please, come to speak English without fear about your training. Speak fluency in English. No tricks from you. Very good. Fluency in English. Jayalakshmi madam, Venu sir. No tricks from you. Fluency in English, etc. Very good. About your training to speak English without fear. Very good. To know how to improve communication in English. Fluency in English. Very good. Thank you very much for these things. And ഞാൻ ഒരു ചോദ്യം, സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം. നമ്മൾ ഒരു ഇന്ററാക്റ്റീവ് സെഷനാണ് ഞാൻ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നിങ്ങളായിട്ട് നന്നായിട്ട് ഇന്ററാക്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, ഒക്കെ ചെയ്യാം. നമ്മുടെ ട്രെയിനിങ് സെഷനിൽ അതിനുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. ട്രെയിൻ യുവർ മൈൻഡ് ആൻഡ് മൗത്ത് നോട്ട് ഗ്രാമർ. ദാറ്റ് ക്യാപ്ഷൻ മെയ്ഡ് മീ അറ്റൻഡ് ദിസ് വെബിനാർ. വെരി ഗുഡ് അർച്ചന മാം, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കാരണം നമ്മൾ എല്ലാവരും ഫ്ലുവൻസി എന്ന് പറയുമ്പോൾ എല്ലാവരും നേരെ ഗ്രാമർ സെഷനിലേക്കാണ് പോയത്. ഗ്രാമറിനെ കുറിച്ചാണ് ചിന്തിക്കുക എല്ലാവരും. പക്ഷെ നമുക്ക് വെറും ഗ്രാമർ വേണ്ടത് വെറും 1% ഗ്രാമർ മതി. വെറും 1% ഗ്രാമർ. 99% പ്രാക്ടീസ് ആണ്. I repeat the session. I repeat the word over here. I think you are very much careful. എല്ലാവരും എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. We need 1% grammar, 99% practice. I repeat, 1% grammar, 99% practice which makes a man perfect. ഈ സംഭവം, ഈ പ്രാക്ടീസ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിന്റെ NLP-യുടെയും ന്യൂറോ സയൻസിന്റെയും വെളിച്ചത്തിൽ നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. ന്യൂറോ സയൻസിന്റെ വെളിച്ചത്തിൽ, NLP-യുടെ വെളിച്ചത്തിൽ നമുക്കിത് എങ്ങനെ പ്രാക്ടീസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വളരെ വളരെ പ്രയാസമില്ലാതെ വിതൗട്ട് ഗ്രാമർ നമുക്കിത് എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാം എന്നുള്ളതിന്റെ 1-2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി, 5 പ്രധാനപ്പെട്ട സീക്രട്സ് ആണ് ഞാൻ നിങ്ങളുമായി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. 5 പ്രധാനപ്പെട്ട സീക്രട്സ് ആണ് ഞാൻ നിങ്ങളുമായി അഥവാ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതിലെ ഈ ഹോസ്റ്റ് എന്നെ ഒന്ന് കോ ഹോസ്റ്റ് ആക്കിയിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ PPT ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. ഹലോ, വിംബിൾ അക്കാഡമിയുടെ Sir, I have informed they will shortly do it. കേട്ടോ? ഞാൻ അദ്ദേഹത്തിന്റെ കാരണം നമുക്കിത് ഇൻട്രൊഡക്ഷനിൽ തന്നെ ഇത് കൊടുക്കണ്ടേ. ഓക്കെ, ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ നിങ്ങളുമായി ഇൻട്രൊഡക്ഷൻ ആരംഭിക്കുമ്പോൾ ഒറ്റ ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ആ ചോദ്യത്തിന് ഉത്തരം നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റിൽ വരാം. എന്റെ ഒരു ചോദ്യം ഇതാണ്. Right. Sorry to disturb. You're the co-host now. Okay, thank you. You're Thank you. welcome. ഇപ്പൊ PPT കാണാൻ പറ്റുന്നുണ്ടോ Yes, sir. മാഡം? PPT Yes, കാണാൻ sir. പറ്റുന്നുണ്ടോ? Yes, sir. ഓക്കെ, എന്റെ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളോട് നേരത്തെ ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യം ഇതാണ്. അതായത് സ്ക്രീനിലേക്ക് വരുമ്പോ ഈ ചോദ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിച്ചത്. ഹാവ് യു എവർ വണ്ടേർഡ് വൈ ആർ സം പീപ്പിൾ ആർ മോർ സക്സസ്ഫുൾ ദാൻ അതേഴ്സ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ചില വ്യക്തികൾ നമ്മളെക്കാൾ സക്സസ്ഫുൾ ആണ്, ചില കാര്യങ്ങളിൽ നമ്മളെക്കാൾ മോർ സക്സസ്ഫുൾ ആണ്. എന്താണ് അതിന്റെ റീസൺ എന്ന് ആർക്കെങ്കിലും പറയാമോ? യു ക്യാൻ ജസ്റ്റ് കം ടു ദ ചാറ്റ് ബോക്സ് പ്ലീസ്. ഹാവ് യു എവർ വണ്ടേർഡ് why are some people are more successful than others? നമ്മളെക്കാളും സക്സസ്ഫുൾ ആണ് ചില വ്യക്തികൾ. എന്താണ് അതിന്റെ റീസൺ എന്ന് ആർക്കെങ്കിലും പറയാമോ? പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഐ ലവ് അൺമ്യൂട്ട് ചെയ്ത് പറയുമ്പോൾ they are brave, definitely thought of these and they are brave. Okay. ഇനി ആർക്കെങ്കിലും പ്ലീസ്. Consistent and hardworking. Very good. Hardworking. Very good answer, ma'am. Very good answer. In ആർക്കെങ്കിലും have you ever maybe wondered? Maybe they have work hard, They are working. They are hardworking person. Thank you, sir. They are hardworking person. Focus and effort. Very good, sir. Very good. They focus on effort. Very good. And ഞാൻ ആൻസേഴ്സിലേക്ക് പോകുന്നു. നമ്മുടെ സമയം ഇത്തിരി വൈകിയതുകൊണ്ട് ആൻസേഴ്സിലേക്ക് പോകുന്നു. ഇത് യഥാർത്ഥത്തിൽ 30 വർഷം റിസർച്ച് ചെയ്ത് ഒരു അതിപ്രശസ്തമായ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ ഓഥറിന്റെ പേര് ഞാൻ ഇപ്പൊ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതായത് ഓഥറിന്റെ പേര് ഞാൻ നിങ്ങളെ കൃത്യമായിട്ട് പരിചയപ്പെടുത്തി തരാം. J.R. Carol Dweck എന്ന് പറഞ്ഞ അഥവാ മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞ പുസ്തകം. ഒരുപാട് പുസ്തകം ഞാൻ നിങ്ങൾ ഇന്ന് പരിചയപ്പെടുത്തി തരാം. അതിന്റെ ആൻസർ അദ്ദേഹം പറയുന്നത് ദ ചോയ്സ് ഓഫ് ഹാബിറ്റ് എന്നാണ്. ദ ചോയ്സ് ഓഫ് ഹാബിറ്റ്, അതായത് നമ്മുടെ നിലവിലുള്ള നമ്മുടെ സ്വഭാവശീലത്തിൽ അഥവാ ഒരു ചെറിയ ഒരു മാറ്റം വരുത്തിയാൽ, ചെറിയ ഒരു ട്യൂണിങ് കൊണ്ടുവന്നാൽ നമുക്ക് ഫ്ലുവൻസി അല്ല, എന്താണോ നിങ്ങൾ അഡീഷണൽ ആയി അഥവാ എക്സ്പെക്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും.
Once again, I would like to focus on the right answer here, please, my dear friends, that the choice of habit. നിങ്ങളുടെ സ്വഭാവശീലത്തിൽ മാറ്റം വരുത്തിയാൽ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇവിടെ ഞാൻ പറയുന്നത് 30 വർഷം റിസർച്ച് ചെയ്ത മില്യൺ കോപ്പീസ് സെൽ ചെയ്ത പുസ്തകമാണ് ദ മൈൻഡ് സെറ്റ് എന്ന പുസ്തകം. ആ മൈൻഡ് സെറ്റ് എന്ന പുസ്തകമാണ് നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ ഈ സെഷൻ നിങ്ങളോട് ആരംഭിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ച ഒരു പ്രശസ്തമായ ഒരു കോട്ട് വെച്ചുകൊണ്ടാണ്. Quote is this: the distance between dreams and reality is called action. നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും ഫ്ലുവന്റ് ആകാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും സക്സസ് ആകാൻ ആഗ്രഹമുണ്ട്, എല്ലാവർക്കും സമാധാനം കൈവരിക്കാൻ ആഗ്രഹമുണ്ട്. Everyone wants to achieve peace. എല്ലാവർക്കും everyone wants peace. Everyone wants to accomplish language. Everyone wants to be fluent in English. എല്ലാവർക്കും ഫ്ലുവന്റ് ആകണം. എല്ലാവർക്കും ഒരുപാട് ഡ്രീംസ് ഉണ്ട്. ഒരുപാട് ഡ്രീംസ് സക്സസ്ഫുൾ ആയി മാനേജ് ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുന്നു. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നു, ബ്രയാൻ ട്രേസി പറയുന്നു, നാം ആക്ഷൻ എടുക്കാറില്ല, നാം ആക്ഷൻസിലേക്ക് വരാറില്ല. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന മൈ ഡിയർ ഫ്രണ്ട്സ്, എന്റെ സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ പറയുന്നു, നാം ചെറിയൊരു ആക്ഷനിലേക്ക് പോയാൽ നമുക്ക് ഫ്ലുവൻസി ഈസ് അച്ചീവബിൾ, ലാംഗ്വേജ് ഫ്ലുവൻസി ഈസ് അച്ചീവബിൾ. അതുകൊണ്ട് ബ്രയാൻ ട്രേസിയെ നാം മറക്കരുത്. ഞാൻ അതുകൊണ്ട് പറയുന്നു, ഇഫ് ദ വൈ ഈസ് പവർഫുൾ, നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് എന്ന നിങ്ങളുടെ പേർപ്പസ് പവർഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഹൗ ഈസ് ഈസി, അത് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളത് ഈസിയാണ്. Once again, I would like to stress the point, my dear friend. If the why is powerful, നിങ്ങളുടെ purpose powerful ആണെങ്കിൽ നിങ്ങൾക്ക് അത് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നുള്ളത് ഈസി ആയിട്ട് നടക്കും, അത് സാധ്യമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകണമെന്നുള്ളത് അതിയായ ഒരു ആഗ്രഹമാണെങ്കിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് വളരെ കൃത്യമായി നിങ്ങളോട് പ്രചോദിപ്പിക്കുകയാണ്. യെസ്, ഐ വാണ്ട് ടു ബി ഫ്ലുവന്റ്, ഐ വാണ്ട് ടു അച്ചീവ്, ഐ വാണ്ട് ടു സ്പീക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ്ലി. എനിക്ക് ഫ്ലുവന്റ് ആകാൻ ഞാൻ ആഗ്രഹിക്കുന്നു, ഐ മസ്റ്റ്, എനിക്ക് അത് കൂടിയേ തീരൂ എന്നുള്ളത് അതിയായ ആഗ്രഹമാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എ പാഷൻ, ഇതൊരു പാഷനേറ്റ് ആയിട്ട് നിങ്ങളിൽ സംഭവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയുന്നു ഹൗ എന്നുള്ളത് ഈസി ആയിട്ട് സംഭവിക്കുന്നു. നമുക്കറിയാം, ഞാൻ ഇനി 1-2 കാര്യങ്ങളിലേക്ക് പറഞ്ഞിട്ട് ഞാൻ എന്റെ ഫോർമുലയിലേക്ക് കിടക്കാം. നമുക്കറിയാം എങ്ങനെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മളെ സഹായിക്കുവാൻ, അഥവാ ടെക്നോളജി നമ്മെ സഹായിക്കുവാൻ ഒരുപാട് ഇവിടെ ഉണ്ടായിരിക്കെ, നമ്മളെ സഹായിക്കുവാൻ ഈ ഡിജിറ്റൽ ഏജ് ഒരുപാട് നമ്മളെ സഹായിക്കുവാൻ ഉണ്ടായിരിക്കെ, നാം എന്നിട്ടും ഈ ഫ്ലുവൻസി അച്ചീവ് ചെയ്യാൻ ഇനി വൈകുന്നതിൽ നാം അതിനോട് ഒരു ലേസിനെസ് കാണിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇനിയും നമ്മൾ ഒരിക്കലും വൈകിക്കൂടാ. നമുക്കറിയാം, ഇംഗ്ലീഷ് ഭാഷയെ സംസാരിക്കുമ്പോൾ, ഫ്ലുവൻസിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടത് അഥവാ LSRW എന്ന 4 കാര്യമാണ്. നമുക്കറിയാം, ലിസണിങ്, അഥവാ നാം ലിസണിങ്ങിലൂടെ, നിരന്തരമായ ലിസണിങ്ങിലൂടെ, കേൾവിയിലൂടെ നാം സ്പീക്കിങ്ങിലേക്ക് വരുന്നു, നമ്മുടെ സ്പീക്കിംഗ് ഡെവലപ്പ് ചെയ്യുന്നു, സ്പീക്കിങ്ങിലൂടെ റീഡിംഗ് ഡെവലപ്പ് ചെയ്യുന്നു, അഥവാ റീഡിങ്ങിന് ശേഷം നമ്മുടെ റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നു. ഇതിന്റെ പേരാണ് LSRW. പക്ഷേ നാം സ്കൂളിലും മറ്റും നമ്മുടെ നിലവിലുള്ള ചില സ്കൂളുകൾ, CBSE പോലുള്ള സ്കൂളുകൾ ഒരു എക്സെപ്ഷൻ ആണ്. ഞാൻ പറയുന്നത് മുഖ്യധാരയിൽ വരുന്ന നമ്മുടെ സ്കൂളുകളിൽ ലിസണിങ്ങിന് പ്രാധാന്യമുണ്ടോ? ഒന്ന് ചാറ്റിലേക്ക് വന്ന് നമ്മുടെ സ്കൂളുകളിൽ നമുക്ക് ലിസണിങ്ങിന് പ്രാധാന്യം ഉണ്ടായിരുന്നു എന്ന് ഒന്ന് ചാറ്റിൽ വന്ന് യെസ് ആണെങ്കിൽ വൈ എന്ന് അടിക്കുക, നോ ആണെങ്കിൽ അഥവാ എൻ എന്ന് നിങ്ങൾ ഒന്ന് ചാറ്റിലേക്ക് വരിക. പ്ലീസ് പ്ലീസ്, യെസ് ഓർ നോ. സ്കൂളിലോ കോളേജിലോ, നമ്മൾ സ്കൂളിലും കോളേജിലും പഠിച്ച അഥവാ ഒരുപാട് എഡ്യൂക്കേറ്റഡ് വിങ് ആണ് എന്റെ മുമ്പിൽ ഇരിക്കുന്നത്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. ബിക്കോസ് ഐ എം ടോക്കിംഗ് ടു എൻ എഡ്യൂക്കേറ്റഡ് ഫോക്ക്. ഞാൻ ഒരു എഡ്യൂക്കേറ്റഡ് ഫോക്കിനോടാണ് സംസാരിക്കുന്നത്. പക്ഷേ എന്റെ ഈ ലാംഗ്വേജ് ഫ്ലുവൻസി അച്ചീവ് ചെയ്യുവാൻ ഒരു അധികം വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല, ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന മുഴുവനും ഉത്തരങ്ങളും നോ 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 എന്നാണ്. ആരും യെസ് എന്ന് പറഞ്ഞിട്ടില്ല. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് മിസ്സായിരിക്കുന്നത് എന്താണ്? മിസ്സായത് സ്കൂളിലും കോളേജിലും നമുക്ക് മിസ്സായത് ലിസണിങ് ആണ്. നമുക്ക് ലിസണിങ് ഈസ് ഫൗണ്ട് മിസ്സിംഗ്. നമുക്ക് ലിസണിങ് മിസ്സായിരിക്കുന്നു. ഈ പ്രശ്നം നമുക്ക് സ്പീക്കിങ്ങിലും കാണാം, റീഡിങ്ങിലും കാണാം, റൈറ്റിങ്ങിലും കാണാം. നമുക്ക് റീഡിങ് ആൻഡ് റൈറ്റിങ്ങിലേക്ക് ഞാൻ തൽക്കാലം പോകുന്നില്ല. നമ്മുടെ സ്പീക്കിങ്ങിനെ നമ്മൾ ഏറ്റവും കൂടുതലും അഫക്റ്റ് ചെയ്തത്
യഥാർത്ഥത്തിൽ ലിസണിങ് നമ്മളെ പരിപോഷിപ്പിച്ചില്ല, ഫോക്കസ് ചെയ്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ഒന്നാമത്തെ പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുന്നു, സീക്രട്ടിലേക്ക് വന്നിട്ടില്ല. ഒന്നാമത്തെ പോയിന്റ് പറയുന്നു, ലിസണിങ് ഓക്കെ ആണെങ്കിൽ, ലിസണിങ് എന്ന ഫൗണ്ടേഷൻ ഓക്കെ ആണെങ്കിൽ മാത്രമേ സ്പീക്കിംഗ് സാധ്യമാകത്തുള്ളൂ. നമ്മുടെ മാതൃഭാഷ എങ്ങനെയാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തത്? മാതൃഭാഷ നാം ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാണ്? മാതൃഭാഷ ഡെവലപ്പ് ചെയ്തത് അഥവാ സുനില രവി മാഡത്തിന് ഒന്ന് അൺമ്യൂട്ട് ചെയ്തൊന്ന് സംസാരിക്കാമോ? ഒരു മിനിറ്റ്. അഥവാ മാഡം നമ്മൾ എങ്ങനെയാണ് മാതൃഭാഷ ഡെവലപ്പ് ചെയ്തതെന്ന്? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു മാം, താങ്ക് യു മാം. അതായത് നാം നിരന്തരമായി നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ നിന്നുകൊണ്ട്, ഉദരത്തിൽ വെച്ചുകൊണ്ട് ആ എംബ്രിയോ ഒരു 14 വീക്ക് അഥവാ നമ്മുടെ എംബ്രിയോ സയൻസ് പറയുന്നു 14 ആഴ്ചകൾക്ക്, അഥവാ 14 ദിവസമോ ആഴ്ചയോ എനിക്കത് ഓർമ്മയില്ല, അഥവാ വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ എംബ്രിയോക്ക് ആദ്യമായി കൊടുക്കുന്ന കപ്പാസിറ്റി ലിസണിങ് സ്കില്ലാണ് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ലിസണിങ്ങിലൂടെ കേട്ടതിന് ശേഷം ആ മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന ആ കുട്ടി വീണ്ടും 1 വർഷമോ 1.5 വർഷമോ എടുത്ത് നിരന്തരമായി കേട്ടതിന് ശേഷമാണ് മാതൃഭാഷ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ മാതൃഭാഷയുമായി ചെറിയ ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് നമ്മളെ കറക്റ്റ് ചെയ്യുവാൻ, മാതൃഭാഷ കറക്റ്റ് ചെയ്യുവാൻ നമുക്ക് ടീച്ചേഴ്സ് ഉണ്ട്, നമ്മുടെ പാരന്റ്സ് ഉണ്ട്, നമുക്ക് ചുറ്റുപാടുമുള്ളവരുണ്ട്. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയെ ലിസണിങ്ങിലൂടെ കറക്റ്റ് ചെയ്യുവാൻ നമുക്ക് ആരുമില്ലാതെ പോയി എന്നുള്ളത് നമ്മുടെ ഒരു വൈകല്യമായി എനിക്ക് തോന്നുന്നു. മൈ ഡിയർ ഫ്രണ്ട്സ്, നാം ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്, അഥവാ ഞാൻ ഇതുവരെ, അഥവാ കഴിഞ്ഞ 15 വർഷത്തോളമായി ഞാൻ ഈ ലാംഗ്വേജ് ഫ്ലുവൻസി എന്ന് പറഞ്ഞ കോഴ്സ് അഥവാ കൊച്ചിയിൽ, അഥവാ ഓഫ്ലൈനിൽ ഞാൻ ഇത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അഥവാ അവരെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വെറും 1 മാസം കൊണ്ടാണ്. 1 മാസം കൊണ്ട് അവരെ 2 മണിക്കൂർ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ട് 1 മാസം കൊണ്ട് ഈ ഇംഗ്ലീഷ് എഴുതുവാനും വായിക്കുവാനും അറിയാവുന്നവരെ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കിയ ആ ഒരു സിസ്റ്റം നിങ്ങളോട് ഞാൻ പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു. അഥവാ നിങ്ങളോട് പറയുന്നു, അഥവാ ട്രെയിൻ യുവർ മൈൻഡ് ആൻഡ് മൗത്ത്. അതിന് വേണ്ടത് മൈൻഡിനെയും മൗത്തിനെയും നിങ്ങൾ പരിശീലിപ്പിക്കണം, ഗ്രാമറിനെ അല്ല. നമുക്ക് ഗ്രാമർ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. വെറും 1%, ജസ്റ്റ് 1%, അഥവാ അത് ഏതാണെന്നുള്ളത് ഞാൻ ഈ സെഷന്റെ തുടർന്നുള്ള മൊഡ്യൂൾസ് പറയുമ്പോൾ സംസാരിക്കാം. അഥവാ ഞാൻ നിങ്ങളോട് വീണ്ടും പറയുന്നു, നമ്മുടെ സീക്രട്ടിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്പീക്കിംഗ് ഡ്രില്ലിലേക്ക് പോകാനുള്ള അഥവാ സമയം നമുക്കില്ലാത്തത് കൊണ്ട് നാം എങ്ങനെയാണ് ഇതിന്റെ മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് എന്ന് ജസ്റ്റ് പറയാം. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഒന്ന്, ഇത് NLP-യുടെ ബേസ് ചെയ്തുകൊണ്ടാണ്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് അഥവാ ന്യൂറോ സയൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ മൊഡ്യൂൾ ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. 2, അഥവാ നമുക്കറിയാം നോം ചോംസ്കി സ്കൂൾ ഓഫ് തോട്ട്. ഇന്ന് കോണ്ടംപററി ഇംഗ്ലീഷ് ഗ്രാമറിൽ ഏറ്റവും കൂടുതൽ എല്ലാവരും ഫോളോ ചെയ്യുന്നത് അമേരിക്കൻ ലിംഗ്വിസ്റ്റായ നോം ചോംസ്കിയെയാണ്. നോം ചോംസ്കി സ്കൂൾ ഓഫ് തോട്ട്, അദ്ദേഹത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് തിയറി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മൊഡ്യൂൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത്. 3-മതായി നമ്മളെ സഹായിക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ട്. പിന്നീട് നമ്മുടെ ക്ലാസ് റൂമിൽ മുഴുവനും, അഥവാ ഇങ്ങനെ ഒരു ഗെയിമിഫിക്കേഷൻ, കുട്ടികൾ ചെയ്യുന്നത് പോലെ ചെറിയ ചെറിയ കളികളിലൂടെ, ചെറിയ ചെറിയ ആക്ഷൻസിലൂടെ, അഥവാ അങ്ങനെയാണ് നമ്മൾ ഈ മൊഡ്യൂൾ ഞാൻ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഈ ക്ലാസ് പ്രോഗ്രസ് ചെയ്യുന്നത് അങ്ങനെയാണ്. 2-മത് ഞാൻ നിങ്ങളോട് പറയാം, 1 മാസത്തെ നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമും 30 ദിവസത്തെ അഥവാ വാട്സപ്പ് സപ്പോർട്ടുമാണ് ഈ ഓൺലൈൻ സെഷൻ കൊണ്ട് നാം ആദ്യമേ ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി പറയാം, 30 ദിവസത്തെ അഥവാ ക്ലാസ്സുകളും 30 ദിവസം ഓൺലൈൻ സപ്പോർട്ടും വാട്സപ്പ് സപ്പോർട്ടും എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, 30 ദിവസത്തിനുള്ളിൽ തന്നെ എന്നെ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ ഫ്ലുവൻസി അച്ചീവ് ചെയ്തിരിക്കും. ഫ്ലുവൻസി അച്ചീവ് ചെയ്യാത്തവർക്ക് ഞാൻ അഥവാ നിങ്ങളുടെ എമൗണ്ട്, നിങ്ങളുടെ ഫീസ് തിരിച്ചു നൽകുമെന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. ദിസ് ഈസ് എ ഗ്യാരണ്ടി ഫ്രം AK സക്കീർ ഹുസൈൻ. ഇത് AK സക്കീർ ഹുസൈനിൽ നിന്നുള്ള ഒരു ഗ്യാരണ്ടിയാണ്. അഥവാ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയി ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് എന്റെ ഈ ടെക്നിക്സിലൂടെ നിങ്ങൾക്ക് കഴിയുമെന്ന് ഞാൻ ഉറപ്പു നൽകുന്നു. ഞാൻ വീണ്ടും നിങ്ങളോട് സംസാരിക്കാനുള്ളത് വളരെ ചുരുങ്ങിയ ഭാഷയിൽ 5 സീക്രട്സ് ആയി നിങ്ങളോട് സംസാരിക്കാം. സീക്രട്ട് നമ്പർ 1, മൈൻഡ് സെറ്റ്. നമുക്കിപ്പോഴും എന്താണ്, നമ്മളിവിടെ ടീച്ചേഴ്സിനെ പഠിപ്പിക്കുമ്പോഴും ട്രെയിനേഴ്സിനെ പഠിപ്പിക്കുമ്പോഴും കോർപ്പറേറ്റ് മേഖലയിലെ അധികായന്മാരെ പഠിപ്പിക്കുമ്പോഴും അഥവാ നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കുമ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണ്? അയ്യോ, എനിക്ക് അങ്ങനെ പറയാൻ പറ്റൂല, എനിക്ക് കുറച്ച് സംസാരിക്കാൻ പറ്റുള്ളൂ, വാക്കുകൾ എനിക്ക് കിട്ടൂല, അഥവാ തോട്ട് ബ്ലോക്കേജ്. ഇപ്പോഴും ആ മൈൻഡ് സെറ്റ് ക്ലിയർ വന്നിട്ടില്ല. 1-മതായി വേണ്ടത് എനിക്ക് കഴിയുമെന്നുള്ള
മൈൻഡ് സെറ്റ് ആണ് വേണ്ടത്. അഥവാ മൈൻഡിനെ NLPയുടെയും മൈൻഡ് പവറിന്റെയും വെളിച്ചത്തിൽ ആദ്യം തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഇംപ്രൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ഞാൻ ചെയ്ത ഒരു മെത്തേഡ് ഞാൻ നിങ്ങളോട് വളരെ സീക്രട്ട് ആയിട്ട് പറയാം. ഞാൻ നിങ്ങളോട് അപ്ലൈ ചെയ്ത ഒരു മെത്തേഡ് ഒരു സീക്രട്ട് ആയിട്ട് പറയാം. അതായത് ഞാൻ നിങ്ങളോട് പറയുന്നു, ഇംഗ്ലീഷ് ഭാഷയിൽ 5 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷിനെ 5 ടൈപ്പായി ഓക്സ്ഫോർഡ് അഡ്വാൻസ് ലേണേഴ്സ് ഇംഗ്ലീഷ് ഡിക്ഷണറി എഴുതിയ ഡോക്ടർ A.S. ഹാരിസൺ എന്ന് പറഞ്ഞ വ്യക്തിയുടെ അഥവാ ഒരു പ്രശസ്തമായ ഒരു പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു 5 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ്. എന്നെ കേൾക്കുന്ന ആർക്കെങ്കിലും അറിയാൻ പറ്റുന്നുണ്ടോ ഏതെല്ലാമാണ് ഈ 5 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് എന്ന്? പ്ലീസ് കം ടു ദ ചാറ്റ് ബോക്സ്. നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ടൈപ്പ് കൈൻഡ് അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരുമോ? അഥവാ ഇംഗ്ലീഷ് 5 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, there are 5 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ്. അതിലെ നിങ്ങൾക്കറിയാവുന്ന ഏതെങ്കിലും ഒരു ടൈപ്പ് ആണെങ്കിൽ ഒന്ന് ടൈപ്പ് ചെയ്യാമോ? നിങ്ങൾക്ക് ചാറ്റിൽ ഒന്ന് വരാമോ? ചാറ്റിലേക്ക് വരാമോ? അഥവാ തെറ്റാണെങ്കിൽ കുഴപ്പമില്ല, നമ്മുടെ ഇത് ഇന്ററാക്റ്റീവ് ആണ് സെഷൻ. നിങ്ങൾ പറയുന്നത് മുഴുവൻ ശരിയാവണമെന്നില്ല, ഞാൻ പറയുന്നതും നിങ്ങൾക്ക് എന്നെ ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മുടെ ക്ലാസ് അങ്ങനെയാണ്, നമ്മൾ ഇന്ററാക്ട് ചെയ്തിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് യെസ്, ബ്രിട്ടീഷ് ഇംഗ്ലീഷ് എന്ന് എഴുതുന്നു, ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഭഗത് സർ എഴുതുന്നു ബ്രിട്ടീഷ് ഇംഗ്ലീഷ്. ഇനി അടുത്തത് ഒന്ന് പോരട്ടെ, ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വരൂ. നിങ്ങൾ എഴുതുന്നത് തെറ്റാണെങ്കിലും ആ ഒരു ഇന്ററാക്ഷനിലേക്ക് വരൂ പ്ലീസ്. ബ്രിട്ടീഷ് ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്, അമേരിക്കൻ ഇംഗ്ലീഷ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ഇംഗ്ലീഷ് എന്ന് കേൾക്കാൻ കഴിയും അല്ലെ? അമേരിക്കൻ ഇംഗ്ലീഷ് ആണെങ്കിൽ ഇന്ത്യൻ ഇംഗ്ലീഷ് ഉണ്ടോ ഇല്ലെന്ന് ഞാൻ അവസാനം പറയാം. ഇതിന്റെയൊക്കെ സാധ്യത യാഥാർത്ഥ്യം ഞാൻ അവസാനം പറയാം. ബാക്കി ആരും ചാറ്റ് ബോക്സിലേക്ക് വരുന്നില്ലല്ലോ? എല്ലാവരും ഉറക്കത്തിലാണോ? അല്ലെങ്കിൽ ഇത് ഓൺ ചെയ്തിട്ട് എല്ലാവരും ഭക്ഷണം കഴിക്കുകയാണോ? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ് പ്ലീസ്. നിങ്ങൾ സാന്നിധ്യം ഒന്ന് അറിയിക്കൂ പ്ലീസ്. യെസ്, മംഗ്ലീഷ്. യെസ്, പേരില്ലാത്ത ഒരു വ്യക്തി, സാംസങ് മംഗ്ലീഷ്. വെരി ഗുഡ്, താങ്ക് യു. ആരാണെങ്കിലും വെൽക്കം. യെസ്, അഥവാ ഞാൻ നിങ്ങളോട് പറയാം. യെസ്, ഞാൻ ഇനി വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ നിങ്ങളോട് പറയാം. ഇതാ കേട്ടോളൂ. അതായത് 5 ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ്. ഒന്നാമത്തെ ഇംഗ്ലീഷ് ബ്രോക്കൺ ഇംഗ്ലീഷ്. രണ്ടാമത്തെ ഇംഗ്ലീഷ് കൊളോക്കിയൽ ഇംഗ്ലീഷ്. രണ്ടാമത്തെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നാലാമത്തെ ഇംഗ്ലീഷ് സ്റ്റൈലിഷ് ഇംഗ്ലീഷ്. അഞ്ചാമത്തെ ഇംഗ്ലീഷ് ക്ലാസിക്കൽ ഇംഗ്ലീഷ്. ഐ റിപ്പീറ്റ്. ഒന്നുകൂടി ഞാൻ പറയാം, ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുന്നുണ്ടോ? അഥവാ ഒന്നുകൂടി പറയാം. ഒന്ന്, ബ്രോക്കൺ എന്ന് പറഞ്ഞാൽ നാം തെറ്റായ ഇംഗ്ലീഷ് തെറ്റു പറഞ്ഞ് അതിനെ കറക്റ്റ് ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിൽ ആ ബ്രോക്കൺ ഇംഗ്ലീഷ് അത് കൊളോക്കിയൽ ഇംഗ്ലീഷിലേക്ക് പോകത്തുള്ളൂ. കൊളോക്കിയൽ ഇംഗ്ലീഷിലേക്ക് എത്തിയാൽ നിങ്ങൾക്ക് വൊക്കാബുലറി, ആവശ്യമായ വേർഡ് പവർ പഠിപ്പിക്കണം. നമ്മൾ വേർഡ് പവർ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന രീതി ശരിയല്ല കേട്ടോ. എങ്ങനെയാണ് വേർഡ് പവർ പഠിപ്പിക്കുന്നത് ഞാൻ എന്റെ അടുത്ത സീക്രട്ട് നമ്പർ 3-ലോ 4-ലോ പറയുന്നുണ്ട്. അതുകൊണ്ട് കൊളോക്കിയൽ ഇംഗ്ലീഷിനെ വേർഡ് പവർ ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷായി മാറുന്നു. കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിൽ നിന്നും സ്റ്റൈലിഷ് ഇംഗ്ലീഷിലേക്കുള്ള മാറ്റം 44 സൗണ്ട്സ് ആണ്. നമുക്കറിയാം, നമുക്ക് ഈ ABCD എന്ന അഥവാ 4 അക്ഷരമാലകൾ, ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ലെറ്റേഴ്സ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. A to Z 26 അക്ഷരങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ 44 ശബ്ദങ്ങൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അതുകൊണ്ട് നമ്മൾക്ക് ഒരിക്കലും സ്റ്റൈലിഷ് ഇംഗ്ലീഷിലേക്ക് എത്താൻ പറ്റൂല. ഇനി സ്റ്റൈലിഷ് ഇംഗ്ലീഷിൽ എത്തിക്കഴിഞ്ഞാൽ 5ാമത്തെ സ്റ്റേജിൽ മാത്രമേ ക്ലാസിക്കൽ ഇംഗ്ലീഷ് വേണ്ടൂ. ഈ ക്ലാസിക്കൽ ഇംഗ്ലീഷിനാണ്, എഴുത്തു ഭാഷയ്ക്ക് വേണ്ടിയാണ് ഗ്രാമർ വേണ്ടത്. ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുന്നു, ക്ലാസിക്കൽ ഇംഗ്ലീഷ് എന്ന ഇപ്പൊ വില്യം ഷേക്സ്പിയറിന്റെയോ അല്ലെങ്കിൽ എഴുത്തുകാരനായ നമ്മുടെ ശശി തരൂർ പോലുള്ള റൈറ്റേഴ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ അഭിമാനമായ അരുന്ധതി റോയ് പോലുള്ള റൈറ്റേഴ്സിനോ മറ്റോ ഒക്കെയാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രാമറിന്റെ പ്രസക്തിയുള്ളൂ എഴുതുന്ന സമയത്ത്. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, once again നിങ്ങൾ മനസ്സിലാക്കിയ 5 ഇംഗ്ലീഷിലെ ആ മനസ്സിലേക്ക് വന്ന ഇംഗ്ലീഷ് ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് വന്നേ പ്ലീസ്. ഒന്നാമത് ഞാൻ വീണ്ടും പറഞ്ഞു, ബ്രോക്കൺ ഇംഗ്ലീഷ്, അതിനെ ഷോർട്ട് ഫോമിൽ എഴുതിയാൽ മതി, BE, ബ്രോക്കൺ ഇംഗ്ലീഷ് BE. രണ്ടാമത്തെ ഇംഗ്ലീഷ് കൊളോക്കിയൽ ഇംഗ്ലീഷ് CE. ഇനി മൂന്നാമത് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് COE, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. നാലാമത്തെ ഇംഗ്ലീഷിന്റെ പേരാണ് നിങ്ങളോട് പറഞ്ഞ സ്റ്റൈലിഷ് ഇംഗ്ലീഷ് അഥവാ SE. അഞ്ചാമത്തെ ഇംഗ്ലീഷ് ആണ് ക്ലാസിക്കൽ ഇംഗ്ലീഷ് CLE, ക്ലാസിക്കൽ ഇംഗ്ലീഷ് CLE. ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഒന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് വന്നതൊന്ന് എഴുതിയേ. വെരി ഗുഡ് അർച്ചന മാം, വെരി ഗുഡ് അർച്ചന മാം. Manjuraj sir, thank you very much and for your great presence and your
Great. Actively, you are active participants. Thank you very much for that. Sunila Ravi ma'am, അഥവാ ആൻസർ ചെയ്യുന്നില്ലല്ലോ. സുനില രവി മാം ആൻസർ ചെയ്യൂ. അഥവാ മനസ്സിലേക്ക് വന്നതൊക്കെ ഒന്ന് എഴുതൂ. അഥവാ വെരി ഗുഡ്, എല്ലാവരും എല്ലാം എഴുതിയിട്ടുണ്ട്. അഥവാ മിനി ഷാജി മാം, ആതിര മാം, വെരി ഗുഡ്. ടോണി ആന്റണി റേസ് ദ ഹാൻഡ്സ്, റേസ് ദ ഹാൻഡ്. നമുക്ക് ഡിസ്കഷൻ ഇതിന് ശേഷമാവാം സർ. എന്ത് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിന് ശേഷമാകാം. അഥവാ നമ്മുടെ സെഷന് ശേഷം ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ ഉണ്ട്, അപ്പൊ ആകാം സർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി കൊളോക്കിയൽ ഇംഗ്ലീഷ്, വെരി ഗുഡ്. ഹംസ സർ ആൻഡ് ഷിബി രജീസ്, അഥവാ യെസ് മാം. സുനിൽ രവി മാം, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുകൊണ്ട് ഞാൻ മൈൻഡ് സെറ്റിൽ, അഥവാ യെസ്, താങ്ക് യു വെരി മച്ച്. ഈ മൈൻഡ് സെറ്റിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളെ കൊണ്ട് നമ്മുടെ സെഷനിൽ, എന്റെ സെഷനിൽ നിങ്ങൾക്ക് വായിൽ തോന്നിയ ഇംഗ്ലീഷ് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കും. യഥാർത്ഥത്തിൽ ഇതൊരു സെമിനാർ ആയതുകൊണ്ട്, വെബിനാർ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിരന്തരമായി മലയാളം പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇംഗ്ലീഷ് നിരന്തരമായി പറഞ്ഞു അഥവാ വെബിനാർ എടുക്കുവാനാണ് ഇഷ്ടം. പക്ഷേ നമ്മൾ വെബിനാറിൽ ഇപ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ മലയാളത്തിലാണ് പറയുന്നത്. നിങ്ങൾക്കറിയോ, ഞാൻ പറയുന്നു, നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നു, നിങ്ങൾ എന്നെ കറക്റ്റ് ചെയ്യുന്നു, ഞാൻ നിങ്ങളെ കറക്റ്റ് ചെയ്യുന്നു. അഥവാ പ്രത്യേകിച്ച് ഈ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ ഒരു ഇംഗ്ലീഷിന്റെ തന്നെ ഇന്ററാക്ഷനിലൂടെയാണ് ഞാൻ എന്റെ ക്ലാസ്സുകൾ ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നത്, സ്റ്റുഡൻസിനെ ഫ്ലുവന്റ് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മൈൻഡിലുള്ള ആ ബ്ലോക്കേജ് മാറ്റുവാൻ നിരന്തരമായി നിങ്ങളെ കൊണ്ട് മിസ്റ്റേക്സ് വരുത്തുക, ഇതാണ് എനിക്ക് മൈൻഡ് സെറ്റിൽ നിങ്ങളോട് പറയാനുള്ളത്. നിരന്തരമായി മിസ്റ്റേക്സ് വരുന്നു, അതിനെ കറക്റ്റ് ചെയ്യുന്നു. ഇതിലൂടെ നിങ്ങളുടെ അഥവാ കോൺഫിഡൻസ് വർദ്ധിക്കുകയും, അഥവാ നമുക്കറിയാം കോൺഫിഡൻസ് ആണ് നിങ്ങളുടെ ആക്ഷൻസിലേക്ക് നയിക്കുന്നത്. അപ്പൊ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് അതാണ് പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നമ്മുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് 3 പ്രധാനപ്പെട്ട ആക്ഷൻ ഇവിടെ ബ്രെയിനിൽ കാണാം. ഒന്ന്, നമുക്കറിയാം തിങ്കിങ് ബ്രെയിൻ, ഇമോഷണൽ ബ്രെയിൻ ആൻഡ് ആക്ഷൻ ബ്രെയിൻ, അഥവാ സെൻസറി മോട്ടോർ എന്ന് പറയുന്ന ആക്ഷൻ ബ്രെയിൻ, അഥവാ നിങ്ങൾ അതിനെ ഇൻസ്റ്റിങ്ച്വൽ ബ്രെയിൻ എന്നൊക്കെ പറയും. നിങ്ങൾ സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട്, മിക്കവാറും കൗൺസിലേഴ്സും സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം. ഞാൻ നിങ്ങളോട് പറയുന്നു, ഏറ്റവും ലേറ്റസ്റ്റ് ആയിരിക്കുന്ന മാസ്റ്റർ യുവർ ലേണിംഗ് എന്ന ഈ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ബ്രെയിൻ പവറിന്റെ 5% താഴെ മാത്രമേ നാം ഉപയോഗിക്കുന്നുള്ളൂ. നമ്മുടെ ബ്രെയിൻ പവറിന്റെ, ദൈവം തമ്പുരാൻ ഈശ്വരൻ നമുക്ക് അനുവദിച്ച അഥവാ 100% ബ്രെയിൻ പവറിന്റെ 5% താഴെ മാത്രമേ നാം ഉപയോഗിക്കുന്നു. 5%-ൽ നിന്നും 1% നിങ്ങളുടെ ഈ ആക്ഷൻ ബ്രെയിനെ ആക്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് ഭാഷയല്ല, നിങ്ങൾക്ക് എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നമുക്ക് സാധ്യമാകും എന്ന് നിങ്ങൾ സൈക്കോളജിയുടെ വെളിച്ചത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് പറയുമ്പോൾ, അഥവാ വൊക്കാബുലറിയാണ്. എന്റെ മൈൻഡ് സെറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യം തോട്ട് ബ്ലോക്കേജ് ആണ്. അഥവാ നമ്മൾ തെറ്റ് വരാത്തത് കൊണ്ട് നമുക്ക് അവിടെ ഒരു ബ്ലോക്കേജ് ഇപ്പോഴുമുണ്ട്. ഞങ്ങൾ അതിന് മനഃശാസ്ത്രത്തിൽ അതിന് TB എന്ന് പറയുന്നു, തോട്ട് ബ്ലോക്കേജ് എന്ന് പറയുന്നു. ആ ബ്ലോക്കേജ് മാറ്റുവാൻ നമുക്ക് ആക്ഷൻ ആവശ്യമാണ്. അതിന് NLPയുടെ സഹായം കൊണ്ട് നമുക്ക് ഈ ബ്ലോക്കേജ് മാറ്റാൻ കഴിയും. ആ ബ്ലോക്കേജ് മാറ്റിയാൽ ബ്രോക്കൺ ഇംഗ്ലീഷ് നിങ്ങളെ കൊണ്ട് നിരന്തരമായി കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് വരികയും, ആ കോൺഫിഡൻസിലൂടെ നിങ്ങളെ രണ്ടാമത് പഠിപ്പിക്കേണ്ടത് വൊക്കാബുലറിയാണ്, വേർഡ് പവർ. ഞാൻ നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ എന്റെ പോയിന്റ് ഓഫ് വ്യൂ അഥവാ റിസർച്ചിന്റെ വെളിച്ചത്തിൽ ഞാൻ പറയുന്നു, നമുക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ വെറും 200 വേർഡ് പവർ മതി. ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആകാൻ വെറും 200 വേർഡ് പവർ മതി. നിങ്ങൾക്ക് ആവശ്യമായ 200 വേർഡ് പവർ ഏതെല്ലാമാണ് എന്നുള്ള വേർഡ് പവർ ഇവിടെ, അഥവാ പ്രിന്റഡ് നോട്ട് റെഡിയാണ്. ഇവിടെ 200 വൊക്കാബുലറി റെഡിയാണ്. പക്ഷേ 200 വേർഡ് പവർ ഇതിനേക്കാൾ കൂടുതൽ എന്റെ മുൻപിൽ ഇരിക്കുന്ന നിങ്ങൾക്ക് 200 വേർഡ്സിനേക്കാളും കൂടുതൽ വേർഡ്സ് അറിയാമെന്ന് ഇരിക്കെ, എന്നിട്ട് പോലും പലപ്പോഴും നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ അല്ലെങ്കിൽ 5 മിനിറ്റോ കൂടുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തായിരിക്കാം അതിന്റെ കാരണം? ആർക്ക് പറയാം? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. My question is, once again, I want to make it clear, my dear friend. I want to make it clear. My question is very clear. I want to make it clear again. ഒരിക്കൽ കൂടി എന്റെ ക്വസ്റ്റ്യൻ ക്ലിയർ ആക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 200-ൽ കൂടുതൽ വൊക്കാബുലറി നിങ്ങൾക്ക് അറിയാമെന്നിരിക്കെ പലപ്പോഴും നാം ഉദ്ദേശിക്കുന്ന ഫ്ലുവൻസി നമുക്ക് അച്ചീവ് ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. എന്തായിരിക്കാം അതിന്റെ കാരണം? പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. പ്ലീസ് കം ടു ചാറ്റ് ബോക്സ്. നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന, യെസ്,
fear, not practice, very good. Not practice, fear, lack of confidence. Lack of confidence, not practice, fear, lack of regular practice, very good. Minimum, Mini Shaji ma'am, thank you very much. Shibi Reddy ma'am, fear of mistake, very good, very good. പക്ഷേ നോട്ട് സ്പീക്കിംഗ്, അർച്ചന മാൻ പറയുന്നത് നോട്ട് സ്പീക്കിംഗ് റെഗുലർലി, വെരി ഗുഡ്. നിങ്ങളുടെ എല്ലാം ആൻസർ കറക്റ്റ് ആയിട്ട് കൊണ്ടിരിക്കെ എന്റെ റിസർച്ചിൽ ഞാൻ റിസർച്ച് സ്കോളർ ടു, എന്റെ റിസർച്ചിൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇതല്ല അതിന്റെ കാരണം. എന്റെ കാരണത്തോട് നിങ്ങൾക്ക്, ഞാൻ ഈ പറയുന്ന കാരണത്തോട് യോജിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ യെസ് എന്ന് ചാറ്റ് ബോക്സിൽ വരണം കേട്ടോ. ഞാൻ പറയുന്നു നമ്മളെ വൊക്കാബുലറി പഠിപ്പിച്ച രീതി അശാസ്ത്രീയമായിരുന്നു. നമ്മളെ വൊക്കാബുലറി പഠിപ്പിച്ച രീതി അശാസ്ത്രീയമായിരുന്നു. ഒരു എക്സാമ്പിളിലൂടെ പറയാം. ഞാൻ നിങ്ങളെ വൊക്കാബുലറി പഠിപ്പിക്കുന്നത് ഒരു ശാസ്ത്രീയ രീതിയിലൂടെയാണ്. ഒരൊറ്റ എക്സാമ്പിളിലൂടെ ഞാൻ നിങ്ങളെ വൊക്കാബുലറി പഠിപ്പിക്കാം. ഒറ്റ എക്സാമ്പിൾ ഉപയോഗിച്ച് പഠിപ്പിക്കാം. നോക്കാം. അതായത് നമ്മുടെ വാട്ട് ഈസ് ദ ലാംഗ്വേജ് ഓഫ് അവർ സബ് കോൺഷ്യസ് മൈൻഡ്. ആർക്ക് പറയാം? അഥവാ സബ് കോൺഷ്യസ് മൈൻഡിന്റെ ലാംഗ്വേജ് എന്താണ്? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് അഥവാ ഏത് രൂപത്തിലാണ് ഫയലുകളെല്ലാം ക്രമീകരിച്ച് വെക്കുന്നത്? അഥവാ വാക്കുകളിലൂടെയാണോ പിക്ചേഴ്സിലൂടെയാണോ? ആർക്ക് പറയാം? വാക്കുകളിലൂടെയാണോ പിക്ചേഴ്സിലൂടെയാണോ? ആർക്ക് പറയാം? നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്നേക്കാൾ കൂടുതൽ ഈ മേഖലയിൽ ഒരുപാട് കൗൺസിലേഴ്സും അഥവാ സൈക്കോളജിസ്റ്റുമുള്ള ഈ വേദിയിലാണ് ഞാൻ ചോദിക്കുന്നത്. യെസ്, വെരി ഗുഡ്. പിക്ചേഴ്സ്, ഇമേജസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് സർ, മാം. അതായത് എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. യെസ്, ഞാൻ ചോദിക്കട്ടെ. വെരി ഗുഡ്, വെരി ഗുഡ്. അഥവാ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മുടെ ഫയലുകൾ അഥവാ ഫയൽ ചെയ്ത് വെക്കുന്നത് ഇമേജസ് ആണ് എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ നാം വൊക്കാബുലറി പഠിക്കുന്നത് ഇമേജസിലൂടെയാണോ വൊക്കാബുലറി നമ്മൾ പഠിപ്പിച്ചത്? അല്ലെങ്കിൽ നമ്മുടെ വൊക്കാബുലറി പഠിപ്പിച്ചത് ഇമേജസിലൂടെയാണോ? സ്കൂളിലും കോളേജിലും യെസ് ഓർ നോ? ഒന്ന് ചാറ്റ് ബോക്സിൽ വരുമോ? നമ്മുടെ സ്കൂളിലും കോളേജിലും വൊക്കാബുലറി പഠിപ്പിച്ചത് ഇമേജസിലൂടെയാണോ അഥവാ വെറുതെ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണോ നമ്മുടെ വേർഡ് പവർ പഠിപ്പിച്ചത്? ആർക്ക് പറയാം? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. നോ. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അങ്ങനെ ഇരിക്കെ എങ്ങനെയാണ് നമ്മളെ അശാസ്ത്രീയമായി പഠിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് പിന്നെ എങ്ങനെയാണ് നമുക്ക് വൊക്കാബുലറി മെമ്മറൈസ് ചെയ്യാൻ കഴിയുക? സാധ്യമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അശാസ്ത്രീയമായി അൺസയന്റിഫിക്കലി വൊക്കാബുലറി നമ്മളെ പഠിപ്പിച്ചു. ഞാൻ ശാസ്ത്രീയമായി വൊക്കാബുലറി പഠിപ്പിക്കുന്നതിന്റെ ഒരേ ഒരു എക്സാമ്പിൾ പറയാം. ഒറ്റ എക്സാമ്പിൾ. ഇവിടെ ഞാൻ സൊല്യൂഷൻ എഴുതിയിട്ടുണ്ട്. നിങ്ങളുടെ മുമ്പിലുള്ള പവർ പോയിന്റിൽ സൊല്യൂഷൻ ഉണ്ട്. എന്താ സൊല്യൂഷൻ? വിഷ്വലൈസേഷൻ. ഞാൻ നിങ്ങൾക്ക് പിക്ചറൈസേഷനിലൂടെ വൊക്കാബുലറി പഠിപ്പിക്കാം. ഉദാഹരണം, ഞാൻ നിങ്ങൾക്ക് രണ്ട് പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരണം. ഒന്ന് മദർ തെരേസ. ഒന്നാമത്തെ പിക്ചർ മദർ തെരേസ. രണ്ടാമത്തെ പിക്ചർ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്ന അത് MS ധോണി, നമ്മുടെ പ്രശസ്തനായ അഥവാ ക്യാപ്റ്റൻ അഥവാ മുൻ ക്യാപ്റ്റൻ, ഇന്ത്യയുടെ എല്ലാവരും അറിയപ്പെടുന്ന എല്ലാവരും റെസ്പെക്ട് ചെയ്യുന്ന ക്യാപ്റ്റൻ MS ധോണി. രണ്ടു പേരുടെ ഇമേജ് നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ. ഒന്ന് മദർ തെരേസ. മദർ തെരേസ എന്ന് പറഞ്ഞിട്ട് സിൻസിയർ എന്ന് പഠിക്കുന്നു. മദർ തെരേസ സിൻസിയർ, മദർ തെരേസ സിൻസിയർ. ഇനി ഞാൻ പറയുന്നു MS ധോണി ഡൈനമിക്. MS ധോണി ഡൈനമിക്. മദർ തെരേസ സിൻസിയർ, MS ധോണി ഡൈനമിക്. നോക്കൂ. ഇനി ആ പിക്ചറൈസേഷൻ ഉപയോഗിച്ച് ഒന്ന് കണ്ണടച്ചുകൊണ്ട് MS ധോണിയെ ഒന്ന് ചിന്തിച്ച MS ധോണി ഇൻസ്റ്റന്റ് ആയിട്ട് അഥവാ കീപ്പിംഗ് ചെയ്യുന്ന, ഔട്ടാക്കുന്ന MS ധോണിയെ ഒന്ന് പിക്ചറൈസ് ചെയ്ത് ഇനി എപ്പോ MS ധോണി എന്ന് ഓർത്താലും ഡൈനമിക് എന്ന് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. ഇനി മദർ തെരേസയെ ഓർക്കുമ്പോൾ സിൻസിയർ എന്ന് വരും. ഇങ്ങനെ പിക്ചറൈസേഷനിലൂടെ ഇത് ഒരു മണിക്കൂർ ഇതിനെക്കുറിച്ച് തന്നെ നമുക്ക് ക്ലാസ് എടുക്കാനുണ്ട് മൈ ഡിയർ ഫ്രണ്ട്. ഞാൻ ഇതൊരു ജസ്റ്റ് ഒരു വെബിനാർ, ഒരു 1 hour വെബിനാർ ആയതുകൊണ്ട് മാത്രം ഈ എക്സാമ്പിൾ 1 or 2 മാത്രം പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ഫീൽ ചെയ്ത സംശയം നമുക്ക് അവസാനം Q&A സെഷൻ ഉണ്ട്. ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലൂടെ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നിങ്ങളുടെ ക്വസ്റ്റ്യൻ, നിങ്ങളുടെ ഡൗട്ട്സ് നോട്ട് ചെയ്ത് വെക്കുക. അവസാനം നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ വൊക്കാബുലറിയിൽ ഞാൻ 2 പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ പോയിന്റ്, ഇംഗ്ലീഷ് ഭാഷ ഫ്ലുവന്റ് ആകാൻ 200 വേർഡ്സ് മതി. ഇനി ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾക്ക് 1 മണിക്കൂറോ 5 മണിക്കൂറോ 10 മണിക്കൂറോ സംസാരിക്കുവാൻ ഒരു 400 or 500 വേർഡ്സ് മാക്സിമം മതിയാവും. അത് ഇത്രയും വാക്കുകൾ നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ട്. പക്ഷെ സംസാരിക്കുന്ന സമയത്ത് അത് വരാറില്ല. കാരണം നാം വൊക്കാബുലറി പഠിച്ചത് അശാസ്ത്രീയമായിട്ടാണ്. അതിന്റെ സൊല്യൂഷൻ ഇതാണ്, വിഷ്വലൈസേഷൻ. ഇതാണ് വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട എന്റെ രണ്ടാമത്തെ സീക്രട്ട്. ഒന്നാമത്തെ സീക്രട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ട്. വാട്ട് വാസ് മൈ ഫസ്റ്റ് സീക്രട്ട്? സീക്രട്ട് നമ്പർ 1,
mindset. Secret number 2, vocabulary. Secret number 3, the power of visualization. ഈ പവർ ഓഫ് വിഷ്വലൈസേഷനെ കുറിച്ച് ആധികാരികമായി നിങ്ങളോട് പറയാം. ഇവിടെ പറയാം, ആധികാരികമായിട്ട് പറയാം. പവർ ഓഫ് വിഷ്വലൈസേഷൻ അഥവാ പവർ ഓഫ് വിഷ്വലൈസേഷനിൽ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് വൊക്കാബുലറിയെ പഠിക്കാം. ഇമേജസ് ഓർ ഇമോഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൊക്കാബുലറിയെ മെമ്മറൈസ് ചെയ്യാം. ഞാൻ 1-2 എക്സാമ്പിൾ മുമ്പ് പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ പോയിന്റിലേക്ക് വരാം. നാം പഠിക്കുന്ന, നോക്കൂ, ഞാൻ നിങ്ങളോട് പറഞ്ഞു 1% ഗ്രാമർ മതി, 99% യൂസേജ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു. നമുക്കറിയോ, നാം ഈ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും പഠിപ്പിക്കുന്ന ഗ്രാമർ വെറും കമ്മ്യൂണിക്കേഷനിൽ വെറും 1-2% മാത്രമേ ഉപയോഗത്തിൽ വരുന്നുള്ളൂ. നാം സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ഗ്രാമർ അല്ലെങ്കിൽ കോമ്പോസിഷൻസ്. അതേസമയം ഇംഗ്ലീഷ് ഭാഷയിൽ ഫ്ലുവന്റ് ആകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ വൊക്കാബുലറിയെ പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇംഗ്ലീഷിന്റെ യൂസേജസ് ആൻഡ് സ്ട്രക്ചേഴ്സ് വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ച് പഠിപ്പിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഫ്ലുവൻസി ശാസ്ത്രീയമായി ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ദ പവർ ഓഫ് വിഷ്വലൈസേഷനിൽ ഞാൻ നിങ്ങളോട് ഇവിടെ കൂട്ടിച്ചേർക്കുന്ന ഒരേ ഒരു പോയിന്റ്, ഗ്രാമർ എന്നുള്ളത് 1%-ഉം 99% പ്രാക്ടീസ് ആണ്. പ്രാക്ടീസ് ചെയ്യുമ്പോൾ വിഷ്വലൈസേഷൻ ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ട് അഥവാ NLPയുടെ സഹായം കൊണ്ട്, ന്യൂറോ സയൻസിന്റെ സഹായം കൊണ്ട് നാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ പിന്നീട് നിങ്ങൾക്കൊരിക്കലും വേറെ ഒരു സ്ഥലത്ത് പോയി ഈ ഫ്ലുവൻസി കോഴ്സ് ചെയ്യേണ്ടതായിട്ട് വരില്ല. ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ, ഞാൻ അത് അത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ഇവിടെ ഞാൻ കൂട്ടിച്ചേർത്തത് ഒരു പോയിന്റാണ്. നേരത്തെ ഞാൻ പറഞ്ഞു പിക്ചേഴ്സ് ആൻഡ് ഇമേജസ് പറഞ്ഞു. ഇവിടെ ഇമോഷൻസ് ഉപയോഗിച്ചാലും നമുക്ക് വിഷ്വലൈസേഷൻ സാധ്യമാകും. ഇമോഷൻസും ഇമേജസും ഓർ പിക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നാം വൊക്കാബുലറിയോടൊപ്പം തന്നെ യൂസേജസ് ആൻഡ് സ്ട്രക്ചേഴ്സ് കൂടി പഠിക്കണം. എന്നാൽ മാത്രമേ ഫ്ലുവൻസി സാധ്യമാകത്തുള്ളൂ. ദിസ് ഈസ് മൈ തേർഡ് പോയിന്റ്. മൈ ഫോർത്ത് പോയിന്റ്, ദ പവർ ഓഫ് ലിസണിങ് അഥവാ പവർ ഓഫ് ലിസണിങ്ങിൽ ഞാൻ വീണ്ടും ഒരുപാട് സാധനങ്ങൾ കൂട്ടിച്ചേർക്കാനിരിക്കെ നിങ്ങളോട് ഞാൻ പറയുന്നു, നമ്മുടെ ഒരു സ്റ്റൈലിഷ് ഇംഗ്ലീഷ് കേട്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതിന്റെ കാരണം യഥാർത്ഥത്തിൽ നമ്മളെ ഫോണിറ്റിക്സ് പഠിപ്പിച്ചില്ല, 44 ശബ്ദങ്ങൾ പഠിപ്പിച്ചില്ല. അതുകൊണ്ട് നിങ്ങൾ ഒരു പക്ഷേ വേറെ എവിടെ നിന്നും ലഭിക്കാത്ത ഒരു സംഭവമായിരിക്കും വിംബിളിന്റെ ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? വിംബിളിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ലഭിക്കുന്നത് ഫോണിറ്റിക്സ് 44 ശബ്ദങ്ങൾ അഥവാ ഇംഗ്ലീഷ് അക്ഷരമാലയുടെ 44 ശബ്ദങ്ങൾ നിങ്ങളുടെ മൗത്ത് ഓർ ലിപ്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ നിങ്ങളുടെ മൗത്ത് ജിംനേഷ്യം അഥവാ ജിംനാസ്റ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി പ്രൊനൗൺസ് ചെയ്യുന്നത് ഒരു പക്ഷേ ഈ പ്ലാറ്റ്ഫോമിൽ നിന്നായിരിക്കും. ഞാൻ നിങ്ങളെ അതുകൊണ്ട് ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പവർ ഓഫ് ലിസണിങ് സാധ്യമാകണമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു BBC കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല. കാരണം എന്താ? BBC ഉപയോഗിക്കുന്നത് റൈറ്റ് പ്രൊനൗൺസിയേഷൻ ആണ്. ഞാൻ നിങ്ങളോട് 2-3 വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ ഇവിടെ ഞാൻ അവതരിപ്പിക്കാം. നിങ്ങൾ എന്നോട് പറയണം ഞാൻ ഉപയോഗിച്ച വേർഡ് ഏതാണെന്ന് നിങ്ങൾ എന്നോട് പറയണം. റെഡിയാണോ? എന്നെ കേൾക്കുന്ന നിങ്ങൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ ചാറ്റ് ബോക്സിൽ യെസ് എന്ന് Y എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങൾ അഥവാ ഈ ലിസണിങ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ടെസ്റ്റ് അല്ല, ഒരു ഇന്ററാക്റ്റീവ് ആണ്, ഒരു ഇന്ററാക്ഷന് വേണ്ടിയാണ്. ജസ്റ്റ് ആൻ ഇന്ററാക്ഷൻ. ഞാൻ 1-2-3 വേർഡ്സുകൾ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾ പറയണം ഞാൻ ഉപയോഗിച്ച വേർഡ് ഏതാണെന്ന് പറയണം. ഞാൻ ഉപയോഗിക്കുന്നത് റൈറ്റ് ഫോണിറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. യെസ്, താങ്ക് യു വെരി മച്ച്. എന്നെ കേൾക്കുന്ന പാർട്ടിസിപ്പൻസ്, യു ആർ എക്സലന്റ്, യു ആർ ഡൈനാമിക് പാർട്ടിസിപ്പൻസ്. താങ്ക് യു വെരി മച്ച് ഫോർ ദാറ്റ്. താങ്ക് ഗോഡ്. അഥവാ ഞാൻ വായിക്കാം, ഞാൻ പറയാം. ഈ വേർഡ്സ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കും. myths. മനസ്സിലായവർ ഒന്ന് ചാറ്റ് ബോക്സിൽ വരും പ്ലീസ്. മനസ്സിലായി നിങ്ങൾ എന്താണ് എന്റെ ഇതിൽ നിന്ന് മനസ്സിലായത്? യെസ്. ഷിബി മാം, റെജിസ് മാം പറയുന്നുണ്ട് മിക്സ് എന്നാണ്. മിക്സ് ഞാൻ വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കാം. ശ്രദ്ധിക്കണേ, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, ഒന്നുകൂടെ ശ്രദ്ധിക്കണേ. കാരണം നമ്മുടെ ലിപ്പും അഥവാ ലിപ്സ് അഥവാ മൗത്തും ത്രോട്ടും പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ട്രെയിനിങ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും. ഇനി
അഥവാ യെസ് മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ അഥവാ ചാറ്റ് ബോക്സിൽ എല്ലാവരും അഥവാ സഹകരിച്ചുകൊണ്ടിരിക്കുന്നു. നന്നായി, നിങ്ങൾ ആക്റ്റീവായി ഇതിൽ വീണ്ടും നന്ദി പറയുന്നു. വേർഡ് അതല്ല, ഞാൻ ഉപയോഗിച്ച വേർഡ് ഒന്നുകൂടി പറയാം. അഥവാ നമ്മൾ പറയുന്ന AD, ഞാൻ ഉപയോഗിച്ച വേർഡ് ADMIT. ഞാൻ ഉപയോഗിച്ച വേർഡ് ADMIT, അഡ്മിറ്റ്. ഈ അഡ്മിറ്റിനെ റിയൽ പൊളിറ്റിക്സിൽ പറയുന്നത് AD എന്ന് പറഞ്ഞാൽ അഥവാ അത് ലോ പിച്ചും MIT എന്ന് പറയുന്നത് ഹൈ പിച്ചുമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്നത് അഡ്മിറ്റ്, നമ്മൾ മലയാളത്തിൽ പറയുന്ന നോക്കിയാൽ മലയാളികളായി നമ്മൾ പറയുന്ന പ്രൊനൗൺസിയേഷൻ ശ്രദ്ധിച്ച്. അഡ്മിറ്റ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇപ്പോ അഡ്മിറ്റ് ക്ലിയർ ആയി, എല്ലാവർക്കും ക്ലിയർ ആയി. ഇത് നോക്കി, ഇത് റൈറ്റ് പ്രൊനൗൺസിയേഷൻ. ഓക്കെ, അഡ്മിറ്റ്. ഞാൻ ഇന്ന് നേരത്തെ ആരോ ഇവിടെ പറഞ്ഞു, ഇംഗ്ലീഷിന്റെ ടൈപ്പിൽ പറഞ്ഞപ്പോൾ ആരോ പറഞ്ഞു മംഗ്ലീഷ് എന്ന്. അതായത് കറക്റ്റ് ആണ്. ഇത് ഞാൻ മംഗ്ലീഷിൽ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും. അടുത്ത വേർഡ് നോക്കേ, അക്യൂസ്, ACCUSE, അക്യൂസ്. നോക്കി അതിന്റെ പ്രൊനൗൺസിയേഷൻ നോക്കേ. അതിൽ A എന്നുള്ളത് ലോ പിച്ചും ക്യൂസ് എന്നുള്ളത് ഹൈ പിച്ചുമാണ്. ഇനി ഞാൻ 2-3 വേർഡ് പറയട്ടെ. അങ്ങനെ പറയാം, ശ്രദ്ധിക്കണേ. APPLY, നമ്മൾ അപ്ലൈ. ഒരു ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആപ്ലിക്കേഷൻ. നമ്മൾ അങ്ങനെ പറഞ്ഞു, ആപ്ലിക്കേഷൻ. നോക്കേ, അപ്ലിക്കേഷൻ. ഇതുപോലെ ഒരു വേർഡ് ഉപയോഗിക്കുമ്പോൾ അത് നൗൺ ആണോ വേർബ് ആണോ എന്ന് നോക്കി അതിലെ സിലബിൾ ലോ പിച്ച് വരും, ഹൈ പിച്ച് വരും. അതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. നാം ഉപയോഗിക്കുന്നത് നൗൺ ആണെങ്കിൽ അതിന്റെ സെക്കൻഡ് സിലബിളിനായിരിക്കും, ഫസ്റ്റ് സിലബിളിനായിരിക്കും യഥാർത്ഥത്തിൽ സ്ട്രെസ് വരിക. ഇതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ ഇങ്ങനെ ക്ലാസ്സിൽ പറയുമ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആദ്യം തമാശ തോന്നുന്ന ചില വാക്കുകൾ ഒന്നുകൂടി ഉച്ചരിക്കാം. അഥവാ നമ്മൾ പറയുന്ന വേർഡാണ് കേട്ടോ ഇത് പറയുന്നത്. മദർ, നമ്മൾ MOTHR, മദർ, ഫാദർ, ബ്രദർ. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ടാവും, ബിക്കോസ് ഐ സ്പീക്ക് മംഗ്ലീഷ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നു, ബിക്കോസ് നമ്മളെ ടോട്ട് ചെയ്ത രീതി, നമ്മളെ ട്രെയിൻ ചെയ്ത രീതി ഇതാണ്. പക്ഷെ അതിനൊന്ന് മാറ്റിയേ. നോക്കി, മദർ, നോക്കെ, മദർ, ഫാദർ, ബ്രദർ, സിസ്റ്റർ, കോളേജ്, ഇന്റർവ്യൂ. നമ്മൾ പറയണം, എനിക്ക് നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ, മദർ. ഇനി നോക്കി അടുത്ത വേർഡ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് കോളേജ്. നോക്കെ, കോളേജ്. ഇങ്ങനെ അഥവാ കൃത്യമായി വേർഡ്സ് എങ്ങനെ ഇംഗ്ലീഷ് പ്രൊനൗൺസിയേഷന്റെ 44 ശബ്ദം ഉപയോഗിച്ച് പഠിച്ചാൽ മാത്രമേ, പ്രൊനൗൺസ് ചെയ്താൽ മാത്രമേ ഇപ്രകാരമുള്ള വേർഡ്സ് കേട്ടാൽ മനസ്സിലാകത്തുള്ളൂ. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നമുക്ക് സ്കൂളിൽ, കോളേജിൽ ലിസണിങ് നമുക്ക് മിസ്സായിരിക്കുന്നു. എല്ലാവരും ഞാൻ പറയുന്നില്ല, ചില നല്ല പ്രൊഫസേഴ്സോ ചില നല്ല ടീച്ചേഴ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഞാൻ എല്ലാവരെയും ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വളരെ അപൂർവമേ നമുക്ക് റിയൽ ഇംഗ്ലീഷ് ലെസൺ നമുക്ക് ലിസൺ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ലിസൺ ചെയ്യുന്ന സമയത്ത് നാം അതിന്റെ ടൊണാലിറ്റി ആദ്യം പഠിക്കണം. അതിന്റെ ടോൺ ആദ്യം പഠിക്കണം. ഈ ടോൺ ആണ് നാം ഇവിടെ ആക്സെന്റ് ക്ലാസ്സിലൂടെ, പ്രൊനൗൺസിയേഷൻ ക്ലാസ്സിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ദ പവർ ഓഫ് ലിസണിങ്ങിൽ നിങ്ങളോട് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടി പറയാം. അഥവാ നമ്മുടെ സമയം അഥവാ ഏകദേശം 9:30 ആയിരിക്കുന്നത് കൊണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അടുത്തതിലേക്ക് പോവാം. എന്താണ് പവർ ഓഫ് ലിസണിങ്ങിൽ പറഞ്ഞത്? നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ലാംഗ്വേജ് ലിസൺ ചെയ്യാൻ വയ്യാത്തതിന്റെ കാരണം പ്രൊനൗൺസിയേഷൻ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് സ്റ്റൈലിഷ് ഇംഗ്ലീഷ് ഫോളോ ചെയ്യണമെങ്കിൽ 44 ശബ്ദം പഠിക്കണം. എന്നാലേ ലിസണിങ് ക്ലിയർ ആകുള്ളൂ. ലിസണിങ് ഓക്കെ ആയാൽ മാത്രമേ സ്പീക്കിംഗ് ഓക്കെ ആകുള്ളൂ. ഇതാണ് എന്റെ 4ാമത്തെ സീക്രട്ടായ ലിസണിങ്ങിൽ എനിക്ക് പറയാനുള്ളത്. ഇനി നമ്മൾക്ക് എന്റെ പരാജയപ്പെട്ടു എന്ന് പറഞ്ഞാൽ കുറെ സാധനങ്ങൾ നമുക്ക് ആക്ഷൻ പ്ലാൻ ഇല്ല, നമുക്ക് കൃത്യമായി ഒരു പ്ലാനിങ് ഒന്നുമില്ല. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 5ാമത്തെ സീക്രട്ട്, ദിസ് ഈസ് ദ ലാസ്റ്റ് സീക്രട്ട്, ദ പവർ ഓഫ് പ്രാക്ടീസ്. ഞാൻ പറഞ്ഞു, ഇത്രയും സാധനങ്ങൾ ഓക്കെ ആയി വന്നാൽ എനിക്കുറപ്പുണ്ട് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പ്രാക്ടീസ് ചെയ്യും. നമുക്കറിയാം, നമ്മുടെ ക്ലാസ് റൂമിൽ അഥവാ നിരന്തരമായ പ്രാക്ടീസിലൂടെയാണ് നിങ്ങൾക്ക് ഈ ലാംഗ്വേജ് ഫ്ലുവൻസി അച്ചീവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രാക്ടീസിൽ എന്താണ് തടസ്സം നിൽക്കുന്നത് എന്ന് ചോദിച്ചാൽ
ഞാൻ പറയുന്നു ഒറ്റ കാര്യമാണ്, ഇത് എന്റെ വായനയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. നമ്മുടെ നോളജിൽ, നമ്മുടെ അറിവിൽ നമുക്ക് വിശ്വാസമില്ല. നമുക്കിപ്പോൾ നേടിയ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ലാംഗ്വേജുമായി ബന്ധപ്പെട്ട നമ്മുടെ നോളജിൽ നമുക്ക് ട്രസ്റ്റ് ഇല്ല. നോളജിൽ എപ്പോഴാണോ നമുക്ക് ട്രസ്റ്റ് വരുന്നത്, ആ ട്രസ്റ്റ് വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ നാം പ്രാക്ടീസിലേക്ക് തിരിയാറുണ്ട്. ഒരു 21 days പ്രാക്ടീസിലൂടെ ഇന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് എന്തെല്ലാമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ChatGPT, സോഷ്യൽ മീഡിയ, പിന്നെ അതേമാതിരി എന്തെല്ലാം സംഭവങ്ങളാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. അതുകൊണ്ട് ഇന്ന് സംസാരിക്കുവാൻ നിങ്ങൾ ഒന്ന് വിചാരിച്ചാൽ എത്രമാത്രം ടെക്നോളജിയാണ് നമ്മളെ സഹായിക്കാനുള്ളത്. മുമ്പ് പറയും, നമ്മുടെ കുട്ടികൾ പറയാറുണ്ടായിരുന്നു മുമ്പ്, അഥവാ പ്രാക്ടീസ് ചെയ്യാൻ ആരുമില്ല, അതുകൊണ്ട് തന്നെ. പക്ഷെ ഇന്ന് പ്രാക്ടീസ് ചെയ്യുവാൻ ടെക്നോളജി നമ്മളെ സഹായിക്കുവാൻ അഥവാ ഇവിടെ തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പറയുന്നു, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ബ്രോക്കൺ ഇംഗ്ലീഷിൽ തുടങ്ങി, ഐ റിപ്പീറ്റ്, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് പ്രാക്ടീസ് ആകണമെങ്കിൽ ബ്രോക്കൺ ഇംഗ്ലീഷിൽ തുടങ്ങി ക്ലാസിക്കൽ ഇംഗ്ലീഷിൽ അവസാനിപ്പിക്കണം. ആ രൂപത്തിൽ വേണം പ്രാക്ടീസ് നാം പ്ലാൻ ചെയ്യാൻ. നാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെയാണ്. പ്രാക്ടീസിന് മുമ്പ് നിങ്ങൾ കൺസിസ്റ്റൻസി ഈസ് മോർ ഇമ്പോർട്ടന്റ് ദാൻ പെർഫെക്ഷൻ. നമ്മുടെ ആളുകൾക്കുള്ള 2 പ്രധാനപ്പെട്ട രോഗങ്ങളെ കുറിച്ച് ഇപ്പൊ കൂടുതലായി മനഃശാസ്ത്രത്തിൽ വരുന്ന നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ, വിംബിളിന്റെ പ്ലാറ്റ്ഫോമിൽ പല സൈക്കോളജിസ്റ്റും സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. എന്താണ് 2 പ്രധാനപ്പെട്ട രോഗങ്ങൾ, അസുഖങ്ങൾ നമുക്ക്? ഒന്ന് പ്രൊക്രാസ്റ്റിനേഷൻ, ഒന്ന് നമ്മൾ മാറ്റിവെക്കുന്ന പരിപാടി, 2 പെർഫെക്ഷൻ. നമ്മൾ എല്ലാവരും പെർഫെക്ഷന്റെ ആൾക്കാരായി മാറുകയാണ്. അതുകൊണ്ട് നമുക്ക് പെർഫെക്ഷനേക്കാളും നല്ലത് കൺസിസ്റ്റൻസിയാണ്. ഒരു ദിവസം നിങ്ങൾ ഒരു 10 മിനിറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ ഫ്ലുവന്റ് ആക്കി തരാം. ഐ റിപ്പീറ്റ്, ഒരു ദിവസം നിങ്ങൾ 10 മിനിറ്റ് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യാൻ വില്ലിംഗ് ആണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ ഞാൻ ഫ്ലുവന്റ് ആക്കി തരാം. ഇവിടെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരുപാട് മെത്തേഡ് ഞാൻ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. അഥവാ നമ്മൾ ഇപ്രകാരമുള്ള കുറെ കോഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ കോഡുകളിലൂടെ നിങ്ങൾക്ക് പഠിക്കാം. ഒരു കോഡ് എക്സാമ്പിൾ ആയിട്ട് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഉദാഹരണം, നിങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലെ RBBT എന്നൊരു കോഡ് നോക്കുക. RBBT എന്ന് പറഞ്ഞാൽ R for right now, B for because you know, B for but in the past, last T for that's why. ഒന്ന് മെമ്മറൈസ് ചെയ്തേ പ്ലീസ്. RBBT ഒന്ന് മെമ്മറൈസ് ചെയ്തേ. ഒന്ന് ഉറക്കെ പറഞ്ഞേ, നിങ്ങൾ അവിടെ ഇരിക്കുന്നവർക്ക് ഉറക്കെ പറഞ്ഞേ. റൈറ്റ് നൗ, ബിക്കോസ് യു നോ, ബട്ട് ഇൻ ദ പാസ്റ്റ്, ദാറ്റ്സ് വൈ. ഈ 4 വേർഡ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് 4000 സെന്റൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. ഈ ഒരു മാജിക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഒരു ഉദാഹരണം പറയാം. നിങ്ങൾ എന്തുകൊണ്ടാണ്, ഏത് ടെക്നിക്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ നിങ്ങളെ ഫ്ലുവന്റ് ആക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ന്യൂറോ സയൻസ് ആണ് അതിന്റെ പിന്നിൽ. അതിൽ ഞാൻ അതിനുവേണ്ടി നിങ്ങൾക്ക് കുറച്ച് കോഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ ഒരു കോഡാണ് റോബോട്ട്. റോബോട്ട് എന്ന് ഓർക്കുമ്പോൾ RBBT ഓർക്കുക. ഈ 4 വേർഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ 4 സെന്റൻസ് ഈസി ആയിട്ട് കൺസ്ട്രക്ട് ചെയ്യാമെന്ന് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒന്ന് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. ഇപ്പൊ നിങ്ങൾ ഇംഗ്ലീഷിനെ കുറിച്ച് നിങ്ങൾക്ക് 4 സെന്റൻസ് പറയണമെന്ന് വിചാരിക്കുക. ഇംഗ്ലീഷിനെ കുറിച്ച് നോക്കേ, ഇതൊരു പാറ്റേൺ ഫോളോ ചെയ്താൽ മതിയാവും. നോക്കേ, റൈറ്റ് നൗ നിങ്ങൾ ആദ്യം പറയണം, റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഇംഗ്ലീഷ്. എല്ലാവരും അവിടെ ഇരിക്കുന്നവർ ഉറക്കെ പറയുന്നുണ്ടാവും. അഥവാ റൈറ്റ് നൗ ഒന്ന് ഉറക്കെ പറയൂ. റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഇംഗ്ലീഷ് ബിക്കോസ് യു നോ ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ഞാൻ പറഞ്ഞ ഈ സെന്റൻസ് നിങ്ങൾ പറയണമെന്നില്ല. ഞാനൊരു മോഡൽ എക്സാമ്പിൾ ആണ് കൊണ്ടുവന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സൽ ഇംഗ്ലീഷ്, നിങ്ങളെ കൈവശമുള്ള ഇംഗ്ലീഷ് ഇവിടെ ഉപയോഗിക്കാം. ഞാനൊരു മോഡൽ എക്സാമ്പിൾ ആണ്. ബിക്കോസ് യു നോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അതിനെ ഒന്ന് പുകഴ്ത്തി പറയാണ്. ബിക്കോസ് യു നോ ഇംഗ്ലീഷ് ഈസ് എ യൂണിവേഴ്സൽ ലാംഗ്വേജ്. ബിക്കോസ് യു നോ ഇംഗ്ലീഷ് ഈസ് എ ഗ്ലോബൽ ലാംഗ്വേജ്. ബട്ട് ഇൻ ദ പാസ്റ്റിലെ ഒരു അനുഭവം നമ്മൾ ചേർത്ത് പറയണം. അപ്പൊ വാസ് പറയണം, ആയിരുന്നു, ഐ വാസ് നോട്ട് കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. പണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. ഐ വാസ് നോട്ട് കോൺഫിഡന്റ് ടു സ്പീക്ക് ഇംഗ്ലീഷ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ട്രെയിനിങ് സെഷൻ അറ്റൻഡ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈ ഐ എം അറ്റൻഡിങ് ദിസ് ട്രെയിനിങ് സെഷൻ. വെരി മെനി താങ്ക്സ്, അഥവാ താങ്ക് യു വെരി മച്ച്. ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ കേൾക്കുന്ന നിങ്ങളോട് പറയുന്നു, ഇതിനെ നമുക്ക് മിറർ ന്യൂറോൺസ്, നമ്മുടെ ബ്രെയിനിലുള്ള മിറർ ന്യൂറോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമുക്ക് മിറർ ചെയ്യാം.
അഥവാ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇതിനെ ഒന്ന് ഇംഗ്ലീഷ് ഹിന്ദിയാക്കി പറഞ്ഞേ. ആർക്ക് പറയാം? ഈ ഇംഗ്ലീഷിന് പകരം നാം ഇതിനെ നാഷണൽ ലാംഗ്വേജ് ആയി ഹിന്ദിയിലേക്ക് മാറ്റുന്നു. അഥവാ വേർഡ് RBBT അത് തന്നെ. ഞാനൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. നോക്കേ, റൈറ്റ് നൗ, ഹായ് ഫ്രണ്ട്സ്, റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഹിന്ദി because Hindi is my national language. But in the past, ഇതെന്നെ പറഞ്ഞൂടെ, I was not confident to speak Hindi. That's why I'm not fluent in Hindi. അതുകൊണ്ട് ഞാൻ ഹിന്ദിയിൽ ഫ്ലുവന്റ് അല്ല. That's why I'm not fluent in Hindi. നോക്കേ, RBBT ഉപയോഗിച്ചുകൊണ്ട്, ഈ 4 വേർഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കറിയാം ഇംഗ്ലീഷ് ഭാഷയിൽ നിങ്ങളെ മാറ്റിമറിക്കുന്ന 20 വാക്കുകളെ ഇപ്രകാരമുള്ള 20 റൂട്ട് വേർഡ്സ് ഉണ്ട്. 20 റൂട്ട് വേർഡ്സ് പഠിച്ചാൽ നിങ്ങളെ കൊണ്ട് ഞാൻ വെറും, അഥവാ എന്റെ ഓഫ്ലൈനിൽ ഞാൻ വെറും അവരെ കൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കുന്നത് എനിക്കറിയില്ല, വെറും 10 ദിവസം കൊണ്ടാണ് ഓഫ്ലൈനിൽ വരുന്ന സ്റ്റുഡൻസിനെ ഞാൻ ഇംഗ്ലീഷ് ഫ്ലുവന്റ് ആക്കും. നോക്കൂ, ഇംഗ്ലീഷ് ഭാഷയിലെ ഇപ്രകാരമുള്ള 20 റൂട്ട് വേർഡ്സ് ഉണ്ട്. ഈ 20 റൂട്ട് വേർഡ്സിലൂടെ വിത്തൗട്ട് നോയിങ് ഗ്രാമർ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ ആരെങ്കിലും ഗ്രാമറിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കേ. ഒന്നുകൂടി ഞാൻ പറയാം, ഒന്നുകൂടി പറഞ്ഞേ. റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഇംഗ്ലീഷ് because English is a global language. But in the past, I was not confident to speak English. That's why I'm attending this training session. Very many thanks. ഇനി ഹിന്ദി പറയാം. ഇനി നമുക്ക് ഇതിന് ഡിക്ഷണറിയിലേക്ക് ഒന്ന് മാറ്റേ. ഇതിനൊന്ന് ഡിക്ഷണറിയിലേക്ക് മാറ്റേ. എങ്ങനെ പറയാം ഡിക്ഷണറിയിലേക്ക് മാറ്റുമോ? റൈറ്റ് നൗ മൈ ടോപ്പിക് ഈസ് ഡിക്ഷണറി because dictionary is a collection of fantastic and fantabulous words. ഇഷ്ടമുള്ള വേർഡ് പറയാം. ഡിക്ഷണറി is a collection of words എന്ന് പറഞ്ഞാലും മതി. But in the past, I was not in the habit of referring dictionary. പണ്ട് എനിക്ക് ഡിക്ഷണറി റെഫർ ചെയ്യുന്ന ശീലമേ ഉണ്ടായിരുന്നില്ല. But in the past, I was not in the habit of referring dictionary. In the habit of എന്നുള്ളതാണ് ഒരു യൂസേജ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞ യൂസേജ്. In the habit of. നിങ്ങൾ ഇപ്രകാരമുള്ള യൂസേജസ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷ നിങ്ങൾ പഠിക്കേണ്ടത്. ഗ്രാമർ അഥവാ ഓട്ടോമാറ്റിക്കലി മെന്റൽ ഗ്രാമർ ഓട്ടോമാറ്റിക്കലി വന്നുകൊള്ളും. 1% മാത്രം മതി നമുക്ക്. നോക്കേ, I was not in the habit of referring dictionary. That's why my word power is not sufficient to speak English. അതുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ എന്റെ വേർഡ് പവർ സഫീഷ്യന്റ് അല്ല. എങ്ങനെ പറയാം? That's why I'm not, or my word power is not sufficient to speak English. Thank you. കണ്ടാ, ഇപ്പൊ നമ്മൾ ഡിക്ഷണറിയെ കുറിച്ച് പറഞ്ഞു. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഡിക്ഷണറിയെ കുറിച്ച്. എന്നോടൊപ്പം ഒന്ന് പറഞ്ഞു നോക്കി എല്ലാവരും. ഹായ്, 1 2 3 ഗോ. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്നോടൊപ്പം ഒന്ന് വന്നേ. 1 2 3 go. Right now, my topic is dictionary. Because dictionary is a collection of fantabulous or fantastic words. But in the past, I was not in the habit of referring dictionary. That's why my word power is not sufficient or not enough to communicate fluent English. Thank you very much. My dear friends, ഇങ്ങനെ ഒരുപാട് അഥവാ NLPയുടെ കോഡ്സുകൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ന്യൂറോ ലിംഗ്വിസ്റ്റിക് ബേസ് ചെയ്തിരിക്കുന്ന കോഡ്സുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ കോഡുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് യൂസേജസ് നിങ്ങളുടെ ബ്രെയിനിലെത്തും, നിങ്ങൾ സംസാരിക്കും, നിങ്ങൾ ഫ്ലുവന്റ് ആകും. ഇതാണ് പ്രാക്ടീസ് ചെയ്യുന്ന രീതി. അപ്പൊ നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് 5 സീക്രട്ട് ഒന്നുകൂടി അഥവാ നിങ്ങളെ മെമ്മറൈസ് ചെയ്യാൻ റീക്യാപ്പിലേക്ക് ഞാൻ വരുന്നു. നമ്പർ 1 പറഞ്ഞത് മൈൻഡ് സെറ്റ് ആണ്. രണ്ടാമത് പറഞ്ഞത് വേർഡ് പവർ ആണ്. മൂന്നാമത് പറഞ്ഞത് ദ പവർ ഓഫ് വിഷ്വലൈസേഷൻ ആണ്. നാലാമത് പറഞ്ഞത് ലിസണിംഗ് ആണ്. അഞ്ചാമത് പറഞ്ഞത് പ്രാക്ടീസ് ആണ്. അഥവാ വേർഡ് പവർ അഥവാ 200 വേർഡ് പവർ പഠിക്കേണ്ടത് വിഷ്വലൈസേഷനിലൂടെയാണെന്ന് പറഞ്ഞു. വിഷ്വലൈസേഷൻ ഉപയോഗിക്കുമ്പോൾ ഇമേജസ് ഓർ പിക്ചേഴ്സ് ഓർ ഇമോഷൻസ് ഉപയോഗിച്ച് വിഷ്വലൈസേഷൻ ചെയ്യണം എന്ന് പറഞ്ഞു. ലിസണിങ്ങിനെ 44 ശബ്ദങ്ങൾ പഠിക്കണമെന്ന് പറഞ്ഞു. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷിലെ ശാസ്ത്രീയമായ നിയമം ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്ന് പറഞ്ഞു. അഥവാ നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്കിതിനെ അഥവാ ആദ്യം തന്നെ ബേസിക് ലെവലിൽ 3 ലെവൽസ് ഓഫ് ബേസിക് ലെവൽ ഇംഗ്ലീഷ് ആണ് നമ്മൾ പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ലെവൽ 1-ൽ ബേസിക് ആൻഡ് ഫ്ലുവൻസി, ലെവൽ 2 അഡ്വാൻസ്ഡ് ഫ്ലുവൻസി, ലെവൽ 3 സ്റ്റൈലിഷ് ഇംഗ്ലീഷ് ആൻഡ് ആക്സന്റ് ട്രെയിനിങ്. ഈ 3 ലെവൽ കഴിഞ്ഞാൽ പിന്നീട് അഥവാ ട്രെയിനേഴ്സിനും സൈക്കോളജിസ്റ്റിനും വേണ്ടി ഒരു ഫ്ലുവൻസി എന്ന ഒരു സെഷൻ നമ്മൾ മൊഡ്യൂൾ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട്
അതിൽ നിന്നും ഹയർ ലെവൽ ട്രെയിനേഴ്സ്, കോർപ്പറേറ്റ് ലെവൽ ട്രെയിനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേറൊരു ഫ്ലുവൻസി. ഇങ്ങനെ 5 ലെവൽ ഓഫ് കോഴ്സ് ആണ് വിംബിൾ അക്കാഡമിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഓൺലൈനിൽ നാം ഉദ്ദേശിക്കുന്ന ഈ കോഴ്സ് 1ാമത്തെയും 2ാമത്തെയും ലെവൽ കമ്പൈൻ ചെയ്തുകൊണ്ട് ഒരു ഇനീഷ്യൽ ഇത് ആദ്യത്തെ കോഴ്സ് എന്ന രൂപത്തിൽ, ആദ്യത്തെ അഥവാ ഇനാഗുറൽ ഓഫർ എന്ന രൂപത്തിൽ നിങ്ങൾക്ക് ഞാൻ ലെവൽ 1ഉം ലെവൽ 2യും രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു മൊഡ്യൂളാണ് ഈ 30+30 ഒരു മാസത്തെ ട്രെയിനിങ്ങും 1 മാസത്തെ പ്രാക്ടീസ് കൊണ്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 ലെവലും നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിച്ച് ലഭിക്കും. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ ബേസിക് ആൻഡ് ഫ്ലുവൻസി ലെവൽ സെപ്പറേറ്റ് ആയിരിക്കും, അഡ്വാൻസ്ഡ് ഫ്ലുവൻസി വേറെ ആയിട്ട് ചെയ്യേണ്ടി വരും, പിന്നീട് ഓരോന്നും വേറെ വേറെ ആയിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് അഥവാ നമുക്ക് 1ഉം 2ഉം ലെവൽ കമ്പൈൻ ചെയ്തുകൊണ്ട് നിങ്ങളെ പഠിപ്പിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഫ്ലുവൻസി ഞാൻ ഓഫർ ചെയ്യുന്നു എന്ന് പറയാൻ കാരണം. വീണ്ടും ഞാൻ പറയുന്നു, നമ്മളെ സഹായിക്കുന്നത് NLP, നോം ചോംസ്കി ഇൻ ഇംഗ്ലീഷ്, സ്കൂൾ ഓഫ് തോട്ട് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഗെയിമിഫിക്കേഷൻ. 30 ഡേയ്സ് അഥവാ ക്ലാസ്സും 30 ഡേയ്സ് വാട്സ്ആപ്പ് സപ്പോർട്ടിലൂടെയുള്ള പ്രാക്ടീസും അഥവാ നിങ്ങൾക്ക് ലാംഗ്വേജ് ഞാൻ ഫ്ലുവൻസി ഓഫർ ചെയ്യുന്നു. വിത്ത് ദിസ് മൈ ഡിയർ ഫ്രണ്ട്സ്, ലെറ്റ് മീ കൺക്ലൂഡ് മൈ പ്രസന്റേഷൻ. വെരി മെനി താങ്ക്സ്. അഥവാ ഇത്രയും പറഞ്ഞ് ഞാൻ എൻ്റെ ഈ സെഷൻ നിങ്ങളുടെ മുമ്പിൽ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്. എന്നെ ഇത്രയും നേരം ശ്രവിച്ചിരുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്, നന്ദി, ഹൃദയത്തിൽ നിന്ന് ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുന്നു. ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്, ഗ്രാറ്റിറ്റ്യൂഡ്. ആൻഡ് താങ്ക് യു വെരി മച്ച് ടു മൈ beloved friends. Thank you, sir. Yes, over to Faisal sir. Faisal sir. Okay. താങ്ക് യു സാക്കിർ സാർ. വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ്. അതിന്റെ വൈൻഡപ്പിലേക്ക് പോകുന്നത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. നേരത്തെ സാർ എടുത്ത ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ സാർ ഒരു കോഴ്സിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കോഴ്സുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ചോദിക്കാം. ആക്ച്വലി സാക്കിർ സാറായിട്ട് ഞാൻ കണക്ട് ആയ സമയത്ത് സാക്കിർ സാറ് പിന്നെ നമ്മളോട് നേരിട്ട് തന്നെ ഞാനോട് സംസാരിച്ചു, നേരിട്ട് കണ്ടു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ വിംബിൾ പ്ലാറ്റ്ഫോമിൽ നമ്മൾ പിന്നെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീ ആണ് നമ്മളെപ്പോഴും ചെയ്യാറുള്ളത്. അപ്പോൾ സാർ അത് കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഉള്ള ഒരു എക്സിക്യൂഷൻ തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഓഫ്ലൈനും ഓൺലൈനായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ സാറ് 30+30 എന്ന് പറഞ്ഞാൽ 2 month അല്ലേ സാറ് വരുന്നത്? അങ്ങനെയല്ലേ? അതെ 30+30 എന്നുള്ള രീതിയിലാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ. അപ്പോ പിന്നെ ഫീസ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മള് എന്തായിരുന്നാലും പറയാലോ, കാരണം ഇപ്പൊ പോസ്റ്റർ ഒരു മിനിറ്റ് സാർ, അതായത് നമുക്ക് ഇപ്പൊ ഇനാഗ്രൽ ഓഫർ ആയിട്ട് നമ്മൾ ഇവരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാർ ഉണ്ടായിരുന്നു അറിയില്ല, അതുകൊണ്ട് പറയാണ്. നമുക്ക് ലെവൽ 1ഉം ലെവൽ 2 നമ്മൾ സെപ്പറേറ്റ് ചെയ്യാനാണല്ലോ വിചാരിച്ചത്. നമുക്ക് ഇവർക്ക് ഇപ്പൊ ആദ്യം ജോയിൻ ചെയ്യുന്നവർക്ക് ലെവൽ 1ഉം ലെവൽ 2യും കമ്പൈൻഡ് ആയിട്ട് നമുക്ക് ഇവർക്ക് കൊടുക്കാം സാർ. ഇത് ഇനാഗുറൽ ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഗ്രേറ്റ്. അപ്പോ എനിക്ക് എന്തായിരുന്നാലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പക്ക അതിലൊരു റിസൾട്ട് ഉണ്ടാകുക എന്നുള്ളത് തന്നെയായിരുന്നു ഞങ്ങൾ തമ്മിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെറുതെ ഒരു കോഴ്സ് നടത്തുക, അതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതിനേക്കാൾ അല്ലെങ്കിൽ ഇങ്ങനെ പോവുക എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഇനിഷ്യേറ്റീവ് എടുത്ത് വരുന്ന പിന്നെ ഈ പറഞ്ഞതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു ബ്രാൻഡിങ്ങിന്റെ ഭാഗമാണ്, മാർക്കറ്റിങ്ങിന്റെ ഭാഗമാണ്, കോൺഫിഡൻസിന്റെ ഭാഗമാണ്, കരിയറിന്റെ ഭാഗമാണ്. എല്ലാം കൊണ്ടും ഒരു വലിയ കാര്യമാണ്. അപ്പൊ ആയതുകൊണ്ട് തന്നെ അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാകണമെങ്കിൽ ലിമിറ്റഡ് പാർട്ടിസിപ്പൻസ് ആയിരിക്കണം. അപ്പൊ ആയതുകൊണ്ട് 20 പാർട്ടിസിപ്പൻസ് മാത്രം ഒരു ബാച്ചിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് ഞാൻ കണ്ടീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. സാറും അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ബാച്ചിൽ 20 ആളുകൾ മാത്രം ഉൾപ്പെടുന്ന രീതിയിൽ 2 month കോഴ്സ്. 2 month എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മാസം ക്ലാസ്, 1 മാസം നിങ്ങൾക്ക് വാട്സപ്പിൽ സപ്പോർട്ട്, ഈ രൂപത്തിലായിരിക്കും കോഴ്സിന്റെ ഒരു സ്ട്രക്ചർ. സൂമിൽ ആയിരിക്കും ക്ലാസ്സുകൾ നടക്കുക, സാറായിരിക്കും ലീഡ് ചെയ്യുക. അപ്പൊ അതിന് നമ്മൾ 3000 rupees ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്.
അതേപോലെ തന്നെ വിംബിൾ അലൂമിനി കാറ്റഗറി. അലൂമിനി പിന്നെ അത് നിരന്തരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണല്ലോ. അപ്പോൾ അലൂമിനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിംബിളിൽ ഏതെങ്കിലും ഒരു കോഴ്സ്, അത് 99ന്റെ കോഴ്സ് ആയി കഴിഞ്ഞാലും ഏതൊരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത് അലൂമിനി കാറ്റഗറിയിലാണ് വരിക. അപ്പൊ അലൂമിനി കാറ്റഗറിയിലുള്ളവർക്ക് 2500 എന്നുള്ള രൂപത്തിലും ആണ് നമ്മൾ ഇനീഷ്യൽ സാറുമായിട്ട് ഒരു നമ്മൾ ധാരണയായിട്ടുള്ളത്. അപ്പൊ അതിൽ 20 പാർട്ടിസിപ്പൻസിനായിരിക്കും അതിന്റെ ഒരു ലിമിറ്റഡ് ആയിട്ട് നമ്മൾ, കാരണം അതിൽ കൂടുതലായി കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കിട്ടാതെ വരും, അതിന് റിസൾട്ട് ഇല്ലാതെ വരും. അതേപോലെ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലുള്ള നമുക്ക് വെബിനാറുകൾ ആരംഭിക്കണം. അത് എൻ്റെ ഒരു ഡ്രീമാണ്. വിംബിൾ അക്കാദമിയിൽ ഇപ്പൊ മലയാളത്തിലുള്ള പിന്നെ പ്രോഗ്രാമുകളാണ് നടക്കുന്നത്. ഞാൻ പലരോടും ചോദിച്ചപ്പോഴും ആരും അത്ര എന്നുവെച്ചാൽ പുറത്തുനിന്ന് ആളുകളെ കൊണ്ടുവന്നിട്ട് ഇംഗ്ലീഷിൽ വെബിനാർ എടുപ്പിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന പല ആളുകളും അത്ര നോളജ് ഉള്ള ആളുകൾ, അവരെ കൊണ്ട് എടുപ്പിക്കണം. അതല്ലാതെ പുറത്തുനിന്ന് ഇംഗ്ലീഷിൽ എത്രയോ ആളുകൾ സംസാരിക്കുന്നുണ്ട്, അത് അവരെ കൊണ്ടൊന്നും എടുപ്പിക്കലല്ല. നമ്മുടെ കോഴ്സ് എടുക്കുന്ന, നമ്മളുടെ പ്ലാറ്റ്ഫോമിൽ നിരന്തരമായ വെബിനാറുകളും കോഴ്സുകൾ എടുക്കുന്ന ആളുകൾ, അവരിൽ തന്നെ എത്രയോ പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരുണ്ട്. അവരെ വെച്ചിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇംഗ്ലീഷ് വെബിനാറുകൾ നമുക്ക് തുടങ്ങണം, ഇംഗ്ലീഷ് കോഴ്സുകൾ നമുക്ക് ആരംഭിക്കണം. നിലവിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന എത്രയോ കോഴ്സുകളുണ്ട്. ഇത് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് തന്നെ കൊടുക്കാലോ ഇംഗ്ലീഷ് പഠിച്ചു കഴിഞ്ഞാൽ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഇംഗ്ലീഷ് വെബിനാറുകൾ നമുക്ക് ആരംഭിക്കണം. ഇത് നിരന്തരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് പോലെ തന്നെയുള്ള വെബിനാറുകൾ വിംബിളിന്റെ അണ്ടറിലായിട്ട് നമുക്ക് ഇംഗ്ലീഷ് വെബിനാറുകൾ, ഇംഗ്ലീഷ് വെബിനാർ സീരീസ്, ഫ്രീ വെബിനാറുകളാകാം, കോഴ്സുകളാകാം, ഇതെല്ലാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അതെല്ലാം എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ സാറിനോട് സംസാരിച്ചിട്ടുണ്ട്. സാറ് പിന്നെ നമുക്ക് ആ രീതിയിൽ തന്നെ കൊണ്ടുപോകണം എന്ന് തന്നെയൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിന് നിങ്ങൾ പിന്നെ 3000 അടച്ചു എന്ന് കരുതിയിട്ട് നിങ്ങൾ എന്തായാലും ഫ്ലുവന്റ് ആവില്ല. മറിച്ച് നിങ്ങൾ കൂടി അതിൽ നേരത്തെ പറഞ്ഞ സാധാ മൈൻഡ് സെറ്റ്, അതല്ലെങ്കിൽ പ്രാക്ടീസ്, അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സും ശരീരവും നിങ്ങൾ കൊടുത്താലും മാത്രമേ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ആയതുകൊണ്ട് അങ്ങനെ വില്ലിംഗ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും യു ആർ വെൽക്കം എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ബാച്ചാണ്, സാറിന്റെ കീഴിലായിട്ടുള്ള ഫസ്റ്റ് ബാച്ചാണ്. നമ്മൾ പല ബാച്ചുകളും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതാണ് ഓവറോൾ നമുക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. സംശയം ഉണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. അതെ അതെ അതെ, യെസ്. പിന്നീട് സാർ ഒരു കാര്യം, നമ്മുടെ ഈ കോഴ്സ് ഇനാഗുറൽ ഓഫറിൽ മാത്രമേ ഈ എമൗണ്ടിന് കിട്ടത്തുള്ളൂ. നമ്മള് പുറത്ത് 10,000 റുപ്പീസിന് ചെയ്യുന്ന കോഴ്സാണിത്. അതെ, അല്ല അത് അവർക്ക് അറിയാം സാറേ. നോർമലി ഇപ്പൊ നമുക്ക് യൂട്യൂബിലും ഇതിലൊക്കെ ഇഷ്ടംപോലെ ആഡുകൾ വരുന്നതാണല്ലോ. ഒരു ഇംഗ്ലീഷ് 2 month കോഴ്സിന്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ ഏകദേശം എല്ലാവർക്കും അറിയാൻ പറ്റും. അപ്പൊ എന്തായാലും അത് അവർക്കറിയാം. അത് 3000 അല്ലെങ്കിൽ 2500 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ഓഫ്ലൈൻ ക്ലാസ് ഇപ്പൊ നിലവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് തൃശ്ശൂർ നമ്മുടെ അക്കാദമിയിലാണ് കേട്ടോ. തൃശ്ശൂർ ചന്ദ്രാപിന്നിയിലുള്ള നമ്മുടെ അക്കാദമിയിലാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് നേരത്തെ സാറുമായിട്ട് പറഞ്ഞ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ വൈൻഡപ്പിലേക്ക് പോവാം. ഇപ്പൊ പറഞ്ഞ കോഴ്സ് ഓൺലൈൻ ആയിട്ടുണ്ടെന്നല്ലേ? ഓൺലൈനിലില്ല? അതെ, ഓൺലൈനിലുണ്ട്. ഓൺലൈനിലാണ് ഇപ്പൊ നമ്മൾ ഔട്ട് ചെയ്ത് പറഞ്ഞ കാര്യം. ഓൺലൈനിലാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് 30+30 എന്ന് പറഞ്ഞത് കേട്ടോ. Sir, I think I have enough word power and I don't need the initial segment you mentioned right now. Last segment, അതായത് ക്ലാസിക് ഇംഗ്ലീഷിലേക്ക് ഒരു എൻട്രി അങ്ങനെ സാധിക്കും? Ma'am, it was not clear. Your sentence was not clear. I beg your pardon, ma'am. Can you repeat again, ma'am? Sir, basic രണ്ട് സെഗ്മെന്റ്, I think I don't need that. ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് എൻട്രി സാധിക്കുമോ? Ma'am, is there any provision to enter into the classic segment? ഞാൻ എന്റെ ബേസിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, യഥാർത്ഥത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ബ്രോക്കൺ ഇംഗ്ലീഷിലെ നിരന്തരമായി കേൾപ്പിച്ച് പറയിപ്പിച്ച് അത് കറക്റ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതുകൊണ്ട് മാമിനെ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഗ്രാമർ ബേസ് എന്ന ഒരു ബേസിക് അല്ല ഉദ്ദേശിക്കുന്നത്.
അതുകൊണ്ട് തന്നെ എന്റെ ഈ ബേസിക്സ് ചെയ്താൽ മാത്രമേ അവർക്ക് അഡ്വാൻസിലേക്ക് പോകാൻ പറ്റുള്ളൂ മാം. Okay, sir. ടൈമിംഗ് ഈ ഏകദേശം ഈ ഒരു സമയം തന്നെയായിരിക്കും, 8:30 to 9:30 എന്നുള്ളതായിരിക്കും മിക്കവാറും നമ്മളിപ്പോ കണ്ടിട്ടുള്ള സമയം അല്ലേ സക്കീർ സർ? അല്ല, നമുക്ക് പാർട്ടിസിപ്പൻസിന്റെ സൗകര്യം അനുസരിച്ച് ചെയ്യാം സർ. പാർട്ടിസിപ്പൻസ് നമ്മുടെ ഗ്രൂപ്പില് കൂടുതൽ വരികയാണെങ്കിൽ നമുക്ക് അവരുടെ സമയം അനുസരിച്ച് കൂടുതൽ അവർക്ക് സൗകര്യപ്രദമായ സമയം നമുക്ക് ചെയ്തു കൊടുക്കാം, കുഴപ്പമില്ല. ഓക്കെ ഓക്കെ. എന്തായാലും ഏകദേശം ഒരു വർക്കിംഗ് പ്രൊഫഷണൽസ് ഒക്കെ ആകുമ്പോൾ രാത്രിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്തായാലും വൈകുന്നേരം എപ്പോൾ വേണം എന്നുള്ളത് വരുന്ന പാർട്ടിസിപ്പൻസിന്റെ സൗകര്യാർത്ഥം നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. 8 to 9 അതല്ലെങ്കിൽ 8:30 to 9:30 ആ ഒരു ടൈമിംഗ് ആയിരിക്കും മിക്കവാറും. Thank you very much, ma'am. Archana, ma'am. The class was really live and interesting. Thank you very much. സാർ ഒരു സംശയം ചോദിക്കട്ടെ, ഇതിന്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് എപ്പോഴാണ്, ഇതിന്റെ ഫീസ് അടക്കേണ്ടത് ഏത് നമ്പറിലാണ് പൈസ അയക്കേണ്ടത്, ആ ഇൻഫർമേഷനും കൂടി അറിയിച്ചാൽ നല്ലത്. നമ്മളിപ്പോ കണ്ടിട്ടുള്ളത് August 25th മൺഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഫസ്റ്റ് പേയ്മെന്റ് അടയ്ക്കുന്ന 20 പേർക്കാണ് ആദ്യത്തെ ഇതില് വരിക. അതേപോലെ തന്നെ വിംബിളിന്റെ സാധാരണ നിങ്ങൾ അടയ്ക്കുന്ന, അതല്ലെങ്കിൽ എന്റെ പേഴ്സണൽ വിംബിളിന്റെ ഒന്നുകിൽ പിന്നെ QR കോഡിലോ അതല്ലെങ്കിൽ എന്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഫൈസൽ സി എന്നുള്ള അക്കൗണ്ടിലേക്കോ ഇതിലേക്കോ നിങ്ങൾ നേരത്തെ അയച്ച ആളുകൾ ഉണ്ടാവും, രണ്ടിലേക്കോ അയച്ചവരൊക്കെ ഉണ്ടാവും, അപ്പൊ അതിലേക്ക് അടച്ചാൽ മതി കേട്ടോ. ഓക്കെ, അപ്പൊ August 25 ആരംഭിക്കും അല്ലെ? August 25, അതന്നെ, August 25. അതിന് മുന്നേ ഫീസ് അടക്കും. എന്തായിരുന്നു? റെക്കോർഡ് അവൈലബിൾ ആണോ? റെക്കോർഡ് അവൈലബിൾ ആണ്, അതെ അല്ലെ, റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. യെസ്. അതേപോലെ തന്നെ സക്കീർ സാറിന്റെ പിന്നെ ഫ്രീ സെഷൻസ് ഇനിയും ഉണ്ടാകും, നെക്സ്റ്റ് സെഷനുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഇതേപോലെ കേൾക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെടുക. ഇനി സംശയങ്ങൾ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് വൈൻഡപ്പിലേക്ക് പോകാം. അത്യാവശ്യം സമയമായിട്ടുണ്ടല്ലോ, 10 മണിയാവാനായിട്ടുണ്ട്. അപ്പൊ ഗ്രേറ്റ്, എന്തായാലും വളരെ സന്തോഷം. വളരെ മനോഹരമായിട്ട് തന്നെ സക്കീർ സാർ ആ ഒരു സെഷൻ ലീഡ് ചെയ്തു. തുടക്കത്തിൽ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതിന് പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ചോദിക്കാം. സർ, ഇതിനു മുമ്പ് ഞാനൊരു സൂം സെഷൻ ചെയ്തപ്പോ ഞാൻ ഹെഡ്ഫോൺ ഉപയോഗിക്കില്ല, ഹെഡ്ഫോൺ ഉപയോഗിക്കാതെയാണ് ഞാൻ സൂം സെഷൻ ചെയ്തത്. സർ വരുന്നതിന് മുമ്പ് 1 മണിക്കൂർ മുമ്പ് ഒരു സെഷൻ ചെയ്തിരുന്നു. പക്ഷെ നമ്മുടെ ഈ സൂമില് ഹെഡ്ഫോൺ ഉപയോഗിക്കാതെ അത് കറക്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. മാം ഒരു ചോദ്യം ചോദിച്ചിരുന്നു, സാറ്റർഡേ സൺഡേസ് ഉണ്ടാവില്ല കേട്ടോ മാം. നമ്മുടെ വീക്കിലി 5 days പ്രോഗ്രാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് സാറ്റർഡേ സൺഡേ നമുക്ക് ഉണ്ടാവില്ല. സാറ്റർഡേ സൺഡേസ് നമുക്ക് ആക്ടിവിറ്റീസ് അസൈൻമെന്റ്സ് ആയിരിക്കും. മാം ചോദിച്ചിരുന്നു, ജയലക്ഷ്മി മാം ചോദിച്ചിരുന്നു, നമുക്ക് സാറ്റർഡേ സൺഡേ ഉണ്ടാവില്ല, വീക്കിലി 5 days ആണ്. സാറ്റർഡേ സൺഡേ നമുക്ക് ആക്ടിവിറ്റി സെഷൻ ആയിരിക്കും. താങ്ക് യു വെരി മച്ച്. ഓക്കെ, ഗ്രേറ്റ്. അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്ത സക്കീർ സാറിനുള്ള എല്ലാവിധ സന്തോഷങ്ങളും സ്നേഹങ്ങളും അറിയിക്കുകയാണ്. അതേപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള പ്രിയപ്പെട്ട എല്ലാ പാർട്ടിസിപ്പൻസിനും സന്തോഷവും സ്നേഹവും അറിയിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്. Thank you, sir. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Thank you, sir.